ഹലോ എവറി വൺ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇത് വരുന്നത് +2 സുവോളജിയിലുള്ള യൂണിറ്റ് 7 ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റിനകത്തുള്ള 5th ചാപ്റ്റർ ആണ്. അതായത് അതിനകത്ത് ആ യൂണിറ്റിനകത്തുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കും. ഓക്കെ, നമുക്ക് കുറച്ച് ക്യൂരിയോസിറ്റി കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ചാപ്റ്റർ ആണ്. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനു മുന്നേ നമ്മൾ വണ്ടർ ചെയ്തിട്ടുണ്ട്, നമ്മളിങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും ഇതിനെ കുറിച്ചിട്ടൊക്കെ. നമ്മൾ അങ്ങനെ ആലോചിച്ചത് എന്തുകൊണ്ടായിരിക്കും എന്ന് ചിലപ്പം ചിലർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും, ചിലർക്ക് അത് കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഡീൽ ചെയ്യുന്നത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കുറച്ച് സ്റ്റോറീസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നത്. ചിലപ്പം നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടാവും ജെനറ്റിക്സ് കുറച്ച് ടഫാണ്, പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ബ്രാഞ്ച് ആണ്, ബയോളജിന്റെ തന്നെ. മാത്തമാറ്റിക്സ് ബയോളജിക്കകത്ത് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സബ്ജക്റ്റ് ആണ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. സോ അത് നമ്മൾ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, നമ്മൾ മാത്തമാറ്റിക്സ് പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ട് പക്ഷെ ഇവിടെ നമ്മള് പക്ഷെ അതിനകത്തുള്ള നമ്മൾക്ക് മാത്തമാറ്റിക്സ് വളരെ സിമ്പിൾ ആയിട്ട് ഉള്ളത്. പിന്നെ അത് ഓക്കെ, അപ്പോ നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. ഐ തിങ്ക് ഇൻട്രോ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനകത്ത് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ടെക്സ്റ്റ് ബുക്ക് വായിക്കുക മീൻസ് ഇത് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്ന ഓർഡർ മേ ബി ടെക്സ്റ്റ് ബുക്കിൽ സെയിം ഓർഡർ ആയിക്കൊള്ളണമെന്നില്ല. കുറച്ച് ഡിഫറെന്റ് ആണ്. നിങ്ങൾ കുറച്ചുകൂടി ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാവാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഒരു ഓർഡർ ആണ് ഫോളോ ചെയ്തിട്ടുള്ളത്. അതൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത്. പിന്നെ പിന്നെ ഇതിനകത്ത് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ക്യൂരിയസ് ആയിട്ടുണ്ടാവില്ലേ, ചിലപ്പോൾ ചിലര് നമ്മളടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ കാണാൻ നിങ്ങൾ ഫാദറിനെ പോലെ ഉണ്ട്, ചിലർ പറയും മദറിനെ പോലെ ഉണ്ട്. ചിലപ്പോൾ ചിലരടുത്ത് പറഞ്ഞിട്ടുണ്ടാവും ബേബിനെ കാണാൻ വേണ്ടിയിട്ട് ഫാദറിന്റെയും പോലെയല്ല മദറിന്റെയും പോലെയല്ല എന്നറിയും. ചിലപ്പോൾ ഗ്രാൻഡ്മന്റെ പോലെ ഇരിക്കും, ചിലപ്പം വേണമെങ്കിൽ വല്ല അങ്കിളിന്റെ ഒക്കെ പോലെ ഇരിക്കും അല്ലെ, അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്, പക്ഷെ പല ആൾക്കാരും ഡിഫറെന്റ് ആണ് അല്ലെ, എല്ലാവരും ഡിഫറെന്റ് ആണ്. എന്തെങ്കിലും ഇത്രയും സിമിലാരിറ്റി കാണിക്കുന്നത് ഐഡന്റിക്കൽ ട്വിൻസ് ഒക്കെ മാത്രമായിരിക്കും ഇത്രയും സിമിലാരിറ്റീസ് ഒക്കെ കാണിച്ചിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സിമിലാരിറ്റീസ് വന്നിട്ടുള്ളത്? അല്ലെങ്കിൽ ചിലര് ഭയങ്കര സിമിലർ ആയിരിക്കും അല്ലെ, ചിലർ അവരുടെ സിസ്റ്റേഴ്സിനൊക്കെ കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ചില സിസ്റ്റേഴ്സ് ഒക്കെ ഭയങ്കര സിമിലർ, ട്വിൻ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പോലും ഭയങ്കര സിമിലാരിറ്റി കാണിക്കും. അതേപോലെ ചിലര് അവരുടെ പാരന്റ്സിന്റെ അടുത്ത് ഭയങ്കര സിമിലാരിറ്റി കാണിക്കും, സെയിം അതുപോലെ തന്നെ ഇരിക്കും. ചിലപ്പം പറയില്ല പാരന്റ്സ് എപ്പം ഉണ്ടായിരുന്ന അതേപോലെ തന്നെയാണ് ബേബി ഉള്ളത്, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ലേ. അങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്? എന്തുകൊണ്ടാണ് കുറെ സിമിലാരിറ്റീസ് വരുന്നത്? അതേപോലെ എങ്ങനെയൊക്കെയാണ് ഈ ഒരു ഡിഫറൻസസ് അല്ലെങ്കിൽ ഡിഫറൻസസ് നമ്മൾ ജെനറ്റിക്സിന്റെ ടേംസിൽ നമ്മൾ പറയുന്നത് വേരിയേഷൻ എന്നാണ്. എങ്ങനെയാണ് ഈ ഒരു വേരിയേഷൻസ് വരുന്നത്, എങ്ങനെയാണ് സിമിലാരിറ്റീസ്? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ക്യൂരിയസ് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും അല്ലെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് എന്നൊക്കെ. അപ്പം അതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ജെനറ്റിക്സ് ഡീൽ ചെയ്യുന്നത് എന്താണ്? ഹെറിഡിറ്ററി ആൻഡ് വേരിയേഷൻ ആണ്. ഹെറിഡിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്ത് പറയും, സിമിലാരിറ്റീസ്. ഓക്കെ,
ടെൻഡൻസി ഓഫ് ഓഫ്സ്പ്രിങ് ടു റിമൈൻ സെയിം ആസ് ദ പാരന്റ്സ്. പാരന്റ്സിന്റെ അടുത്തുള്ള സിമിലാരിറ്റി, പാരന്റ്സിനെ പോലെ പാരന്റ്സിന്റെ എന്തെല്ലാം ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അത് എന്തെല്ലാം ഫീച്ചേഴ്സ് അതുപോലെ ഓഫ്സ്പ്രിങ്സിൽ പ്രസന്റ് ആയിട്ടുണ്ടോ അതിനെ നമ്മൾ പറയുന്നതാണ് ഹെറിഡിറ്ററി എന്ന് പറയും. വാരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പോൾ വാരിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, വാരി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഡിഫറെന്റ് ആവുകയെന്നാണ്. ഓക്കെ, അപ്പൊ ഡിഫറൻസ് അതായത് പാരന്റ്സിന്റെ അകത്തുനിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? പാരന്റിന്റെ അകത്തുനിന്ന് ഇപ്പം പാരന്റ്സിന്റെ എന്തായിരിക്കും കേളി ഹെയർ ആയിരിക്കും, പക്ഷെ ബേബിക്ക് അല്ലെങ്കിൽ ഓഫ്സ്പ്രിങ്ങിന് എന്തായിരിക്കും നല്ല സ്ട്രൈറ്റ് ഹെയർ ആയിരിക്കും. പക്ഷെ മേ ബി ഇവര് ഗ്രാൻഡ് പാരന്റ്സിന് ആർക്കെങ്കിലും സ്ട്രൈറ്റ് ഹെയർ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും, അതുകൊണ്ടിരിക്കും ബേബിക്ക് സ്ട്രൈറ്റ് ഹെയർ വന്നത്. പക്ഷെ അതിങ്ങനെ എങ്ങനെയാണ് ഇത് വരുന്നത്? ഓക്കെ, അല്ലെങ്കിൽ പാരന്റ്സിന് ഇല്ലാത്ത ട്രൈറ്റ് ഈ ബേബിക്ക് എവിടുന്ന് വന്നു? ഈ ഗ്രാൻഡ് പാരന്റ്സിന്റെ ട്രൈറ്റ് എങ്ങനെയാണ് ബേബിക്ക് കിട്ടുന്നത്? ഓക്കെ, ഗ്രാൻഡ് പാരന്റ്സിന്റെ ട്രൈറ്റ് എങ്ങനെയാണ് ഈ ഒരു ബേബി ഒരു ജനറേഷൻ സ്കിപ്പ് ചെയ്തു. ഓക്കെ, ഇപ്പം പറഞ്ഞുതരാം, മദറിന് സ്ട്രൈറ്റ് ഹെയർ ആയിരുന്നു, പക്ഷെ മദറിന് കേളി ഹെയർ ആണ്, ബേബിക്ക് ആ ഒരു സ്ട്രൈറ്റ് ഹെയർ ആണ് കിട്ടിയത്. ഇതെങ്ങനെ ഒരു ജനറേഷൻ സ്കിപ്പ് ചെയ്തിട്ട് വന്നു? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ജെനറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ജെനറ്റിക്സിനെ പറ്റി പറയുമ്പം അതിന്റെ മുന്നാലായിട്ട് പറയേണ്ട ആളാണ് ക്ലാസിക്കൽ ജെനറ്റിക്സിന്റെ ഫാദർ ആയിട്ട് ഗ്രിഗർ ജോൺ മെൻഡൽ പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ്. ഓക്കെ, ഇതാണ് നമ്മളെ ഗ്രിഗർ ജോൺ മെൻഡലിന്റെ ഒരു ഇമേജ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പം ഗ്രിഗർ ജോൺ മെൻഡലിനെ പറ്റിയിട്ട് പറഞ്ഞാൽ നമ്മൾ ക്ലാസിക്കൽ ജെനറ്റിക്സ് കംപ്ലീറ്റ് ആവില്ല, അത് ഇൻകംപ്ലീറ്റ് ആണ്. കാരണം ക്ലാസിക്കൽ ജെനറ്റിക്സിന്റെ ഫാദർ എന്ന് പറയുന്നത് ഗ്രിഗർ ജോൺ മെൻഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. ഓക്കെ, സോ ഗ്രിഗർ ജോൺ മെൻഡലിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കൊരു സ്റ്റോറി ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവാം. മെൻഡലിനെ കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, മെൻഡൽ ഒരു ഫാർമർ ഫാമിലിയിലാണ് ജനിച്ചു വളർന്നതൊക്കെ. അത്യാവശ്യം എക്കണോമിക്കലി കുറച്ച് ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലായിരുന്നു ഈ ഒരു ഗ്രിഗർ ജോൺ മെൻഡൽ ജനിച്ചു വളർന്നതൊക്കെ. പക്ഷെ മെൻഡൽ ചെറുപ്പത്തിലെ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു, ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള ഒരു ചൈൽഡ് ആയിരുന്നു ഈ പറഞ്ഞിട്ടുള്ള മെൻഡൽ. അപ്പൊ മെന്റൽ എന്ത് ചെയ്യും, മെന്റലിന്റെ ഫാദറിന്റെ കൂടെ കാട്ടിലൊക്കെ പോകും. കാട്ടിൽ മീൻസ് ഫീൽഡിലൊക്കെ ഇവരിങ്ങനെ ഒരു കുറെ കാറ്റിൽസ് ഒക്കെയാണ് ഉള്ളത്, പശു, ആട്, അങ്ങനെ ലൈക്ക് കൈൻഡ് ഓഫ് കാറ്റിൽസ്, അതിനെ വളർത്തുന്ന അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഫാർമറാണ്. അതിന്റെ കൂടെ തന്നെ പ്ലാന്റ്സ്, പാഡി, അതുപോലെ വേറെയുള്ള കൾട്ടിവേഷൻസ് അതൊക്കെ ഉള്ള ഒരു ടിപ്പിക്കൽ ഒരു ഫാർമറാണ് മെന്റലിന്റെ ഫാദർ. അപ്പൊ മെന്റലിന്റെ ഫാദറിന്റെ കൂട്ടത്തിൽ മെന്റലും ഫാദറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടോ അങ്ങനെ വെറുതെ ഇങ്ങനെ പോകും, കുട്ടികളാകുമ്പോ അങ്ങനെ പോകുമല്ലോ, അങ്ങനെ പോകും. അങ്ങനെ പോയി ഒരു ദിവസം ഇവര് ഈ കാറ്റിലിനെ മേയ്ക്കാൻ വേണ്ടി, കാറ്റിലിനെ ഗ്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുല്ല് അങ്ങനെ അവര് പോയി. ഓക്കെ, ഇവരിങ്ങനെ പോയി. മെന്റലിന്റെ ഫാദറും ഒരു വഴിയിലായിരുന്നു, കുറച്ച് കാറ്റിൽസിന്റെ കൂടെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ മെന്റല് വേറൊരു വഴിയിലായി പോയി. കുറച്ച് കഴിഞ്ഞിട്ട് ഫാദർ തിരിച്ചു പോരാൻ നോക്കുമ്പോ മെന്റലിനെ കാണാനില്ല. കുറെ തെരഞ്ഞു, ഒരുപാട് തെരഞ്ഞു നോക്കിയപ്പോ മെന്റലിനെ കാണാണ്ടായിരുന്നില്ല. അവസാനം ഫാദർ കുറെ വിളിച്ച് അന്വേഷിച്ച് കണ്ടപ്പോ മെന്റൽ നല്ല കൂളായിട്ടൊരു പാറപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ മെന്റലിന്റെ ഫാദർ ചോദിച്ചു, ഈ എന്താ ഇവിടെ വന്നിരിക്കുന്നത് ചോദിച്ചു. അപ്പൊ മെന്റൽ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു പറഞ്ഞു. അപ്പൊ എന്തപ്പോ ഇവിടെ വന്നിരുന്ന് ഇത്ര കാര്യമായിട്ട് ആലോചിക്കാന്ന് ചോദിച്ചു. അപ്പൊ മെന്റൽ പറഞ്ഞ ആൻസർ എന്താണെന്നറിയോ? അപ്പൊ മെന്റൽ പറയാന്ന്, നമ്മളിപ്പം നമ്മളെ വീട്ടിൽ കുറെ കോഴികൾ ഉണ്ടല്ലോ, ചിക്കൻ. ഈ ചിക്കൻ ഒക്കെ ഡിഫറെന്റ് കളേഴ്സിലാണ് ഉള്ളത് അല്ലെ? അതായത് ചിലത് വൈറ്റ് ആയിരിക്കും, ചിലത് ബ്ലാക്ക് ആയിരിക്കും, ചിലത് ബ്രൗൺ ആയിരിക്കും. അത് പല കളറിലുണ്ട്. എല്ലാം ഒരേപോലത്തെ ചിക്കൻ തന്നെയാണ്. ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിക്കനേ ഉള്ളല്ലോ. ആ ഒരു ചിക്കൻ എല്ലാം ഡിഫറെന്റ് കളേഴ്സിലുണ്ട്. പക്ഷെ ഇവിടെ കാട്ടിലൊക്കെ കണ്ടുവരുന്ന സീബ്ര ഉണ്ടല്ലോ, സീബ്ര വെറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ മാത്രമായിട്ടാണ് ഉള്ളത്. അതെന്തുകൊണ്ടിരിക്കും? സീബ്രക്ക് എന്തുകൊണ്ട് കളേഴ്സ് ഇല്ല? ഒരുപാട്, അല്ലെങ്കിൽ വേറെ വേറെ സീബ്ര വേറെ വേറെ കളറൊന്നും അല്ലല്ലോ, എല്ലാ സീബ്രയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പക്ഷെ ചിക്കന്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ ചിക്കൻ ഒക്കെ ഭയങ്കര കളർഫുൾ ആ. ചിലതിനകത്ത് ബ്രൗൺ ഉണ്ട്, ചിലത് ബ്ലാക്ക് ഉണ്ട്, ചിലത് വൈറ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മെന്റലി ഇരിക്കുക. കാരണം ചെറുപ്പത്തിലെ മെന്റൽ ആ ഒരു ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരാളായിരുന്നു മെന്റൽ. അങ്ങനെ ഇരിക്കെ മെന്റലി വലുതായി, മെന്റലിന് ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഒക്കെ കൊടുത്തു. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മെന്റലിന് പിന്നെയും ഹയർ സ്റ്റഡീസിന് പോകാൻ വേണ്ടിയിട്ട് ഫാദറിന്റെ കയ്യിൽ അത്ര ക്യാഷ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഫാദർ എന്താ ചെയ്തു പറയും, മെന്റലിനെ ഒരു മൊണാസ്ട്രിയിൽ കൊണ്ടുപോയിട്ട് ചേർത്തി. മൊണാസ്ട്രി മീൻസ് കൈൻഡ് ഓഫ് ഓർഫനേജ് ആണ്. അപ്പൊ അവിടെ കുറെ പ്രീസ്റ്റുകളൊക്കെയാണ് ഉണ്ടാവുക. ഈ പ്രീസ്റ്റുകൾ എന്താ ചെയ്യുന്ന അറിയോ? ഇവിടെ അവിടുത്തെ സ്റ്റുഡൻസിന്റെ സ്റ്റഡീസ് ഒക്കെ വരുന്ന മെയിൻറ്റെയിൻ ചെയ്യും. കാരണം അവിടെ ഫുഡ് ആണെങ്കിലും സ്റ്റഡീസ് ആണെങ്കിലും അവിടെ ചേർത്തുന്ന കുട്ടികളുടെ കാര്യമൊക്കെ അവരായിരിക്കും നോക്കാം. അങ്ങനെ അവർ മെന്റലിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവരുടേതായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ വിട്ടിട്ട് മെന്റലിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ മെന്റൽ പഠിപ്പിക്കാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അവിടെ ഇവരെന്താ പ്രീസ്റ്റുകളാണ്, അല്ലെങ്കിൽ ഇങ്ങനെ മൊണാസ്ട്രി ബേസ് ചെയ്തിട്ടുള്ള, അതായത്
കുറച്ച് നമ്മള് എന്താ പറയാ തിയോളജിക്കൽ ആസ്പെക്ട്സ് ആയിരിക്കും അവിടെ പഠിപ്പിക്കുന്നുണ്ടാവുക കാര്യമായിട്ട്. മെന്റലിന് ഇതേപോലെ ഒരു തിയോളജിക്കൽ കൈൻഡ് ഓഫ് ആസ്പെക്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കൂളിലാണ് അയച്ചത്. പക്ഷെ ആ സ്കൂളിനകത്ത് മെന്റലിന്റെ ക്ലാസ് റൂമിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ക്ലാസ് റൂം ഉണ്ടായിരുന്നു. ഓപ്പോസിറ്റ് മീൻസ് ഒരു വാളാണ്, ഒരു ക്ലാസ് റൂം, ആ രണ്ട് ക്ലാസ് റൂമും ഒരു വാള് ഷെയർ ചെയ്യുന്ന ഒരു ക്ലാസ് റൂം ഉണ്ടായിരുന്നു. അപ്പൊ മെന്റൽ ഇരിക്കുന്ന ക്ലാസ്സിന്റെ തൊട്ടിപ്പുറത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നു, വേറെ ക്ലാസ്സാണ് നടക്കുന്നത്. മെന്റൽ പഠിക്കുന്ന തിയോളജിയാണ്. മെന്റലിന്റെ തിയോളജിന്റെ ക്ലാസ്സിലാണ് ഇവർ കൊണ്ടുപോയിട്ട് ചേർത്തിട്ടുള്ളത്. പക്ഷെ മെന്റലിന്റെ നേരെ ഇപ്പുറത്ത് ക്ലാസ്സിനകത്ത് ബോട്ടണിന്റെ ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ മെന്റൽ ആദ്യമൊക്കെ തിയോളജിന്റെ ക്ലാസ് ഇങ്ങനെ കേട്ടിരിക്കും. പിന്നെ ക്ലാസ് കേട്ട് ബോറടിച്ചപ്പോ മെന്റൽ എന്തൊക്കെ അപ്പുറത്തെ ക്ലാസ്സിൽ എന്താ പറയുന്നതെന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് തുടങ്ങി. മെന്റലിന് അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ബോട്ടണിയിലെ കാര്യങ്ങൾ മീൻസ് വോള ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് അപ്പുറത്തെ ക്ലാസ്സിൽ പറയുന്നത് ഇവിടെ കേൾക്കാൻ പറ്റും. കാരണം കുറെ പണ്ട് നടന്ന സംഭവമാണ്. അന്നത്തെ വോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഷീറ്റ് പോലത്തെ എന്തെങ്കിലും സംഭവമായിരിക്കും. അപ്പൊ അങ്ങനെ മെന്റൽ ഇത് കേൾക്കാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോട്ടണി ക്ലാസ് കേൾക്കാൻ തുടങ്ങി. പിന്നെ മെന്റൽ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് മെന്റൽ ബോട്ടണി ക്ലാസ് മതി എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് മെന്റൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് നമ്മള് മെന്റലിന് ഓസ്ട്രിയൻ പ്രീസ്റ്റേറിയൻ, കാരണം മെന്റലി മൊണാസ്ട്രിയിലൊക്കെയാണ് പഠിച്ചതും വളർന്നതൊക്കെ. അതുകൊണ്ടാണ് അങ്ങനെ നമ്മള് ഒരു പ്രീസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ അവിടുത്തെ സ്റ്റഡീസ് കഴിഞ്ഞ ആ ഒരു ഭാഗത്ത് തന്നെ ഒരു മൊണാസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള അവിടെ തന്നെയാണ് മെന്റലി എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തിയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ മാത്തമാറ്റിക്സിനെ ബയോളജിയിലേക്ക് കമ്പൈൻ ചെയ്തിട്ടുള്ള ഫസ്റ്റിലെ സയന്റിസ്റ്റ് ആണ് ഗ്രിഗർ ജോൺ മെന്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫാദർ ഓഫ് ക്ലാസിക്കൽ ജെനറ്റിക്സ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് മെന്റൽ ഈ ഒരു പറഞ്ഞിട്ടുള്ള ജെനറ്റിക്സിന്റെ ബ്രാഞ്ച് അല്ലെങ്കിൽ ക്ലാസിക്കൽ ജെനറ്റിക്സിന്റെ ബ്രാഞ്ചിനെ മെന്റൽ അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്. മെന്റൽ അവിടെ തന്നെ ആ ഒരു മൊണാസ്ട്രിയിൽ തന്നെ മൊണാസ്ട്രിന്റെ ഗാർഡനിലകത്ത് എക്സ്പെരിമെന്റ് ഒക്കെ നടത്തി. ഗാർഡനിൽ മെയിൻ ആയിട്ട് മെന്റൽ എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ളത് ഗാർഡൻ പീ പ്ലാന്റിലായിരുന്നു, അല്ലെങ്കിൽ പൈസം സെറ്റേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റിലായിരുന്നു. അതൊക്കെ നമ്മൾ അതിലോട്ടൊക്കെ പോകും, ഡീറ്റെയിൽ ആയിട്ട് പോകും. മെന്റൽ എന്തൊക്കെ എക്സ്പെരിമെന്റ്സ് ആണ് ചെയ്തത് എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതാണ് മെന്റലിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ അത്രയും ക്യൂരിയസ് ആയിട്ടുള്ള ഒരാളായിരുന്നു മെന്റൽ. അതുകൊണ്ട് ആ ഒരു ക്യൂരിയോസിറ്റിനകത്ത് നിന്നാണ് മെന്റൽ ഇത്രയും എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തത്. ഓക്കെ, അതിലൂടെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. പക്ഷെ മെന്റൽ ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചു. അതായത് ബയോളജി മാത്തമാറ്റിക്സും എല്ലാം കമ്പൈൻ ചെയ്തിട്ട് പുതിയ ഒരുപാട് തിയറീസ്, എന്താണ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആൻഡ് വേരിയേഷൻ പറഞ്ഞില്ലേ, അതിനെ കുറിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ മെന്റൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ മെന്റലിന്റെ ഐഡിയ എല്ലാം ആ ഒരു സമയത്ത് റിജക്റ്റ് ആയിപ്പോയി. ആരും ആക്സെപ്റ്റ് ചെയ്തില്ല. മീൻസ് ആ ഒരു ടൈമിൽ നമ്മള് സയന്റിഫിക് സൊസൈറ്റി ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ, സയന്റിഫിക് സൊസൈറ്റീസും കാര്യങ്ങളുണ്ട്. അതുപോലെ അവരൊക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യുക, അങ്ങനെ കുറച്ച് ഫോർമാലിറ്റീസിലൂടെ കടന്നു പോയി കഴിഞ്ഞാലാണ് നമ്മളെ തിയറീസ് ആണെങ്കിലും പ്രിൻസിപ്പിൾസ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മൾ പുതിയ എന്തൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരുപാട് സയന്റിഫിക് ഒരു ഫോർമാലിറ്റീസ് ഉണ്ട്. ആ ഫോർമാലിറ്റീസിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഒരു പേപ്പർ നമ്മളെ പേരിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ ഒരു ഐഡിയ നമ്മളതായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മളതായിട്ട് ഒരു ഐഡിയ പറയണമെന്നുണ്ടെങ്കിൽ അതിനൊരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. പക്ഷെ മെന്റലിന് ഈ ഫോർമാലിറ്റീസിലൂടെ കടന്നു പോകാൻ വേണ്ടി പറ്റില്ല. അതങ്ങനെ പറഞ്ഞു പോവാണെങ്കിൽ ഇനിയും ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് മെന്റലിന്റെ കാര്യങ്ങൾ ബേസിക്കലി ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്തിട്ട് പറയാം എന്തുകൊണ്ടാണ് മെന്റലിന്റെ ഐഡിയാസ് ആക്സെപ്റ്റ് ചെയ്യാതിരുന്നത്. ഓക്കെ, ഇത് മെയിൻ ആയിട്ട് ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് മേ ബി ചോദിക്കാനൊരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, മെന്റലിന്റെ ഐഡിയ എന്തുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മെന്റൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയോ, നമ്മളിപ്പം പാരന്റിൽ നിന്ന് ഓഫ് സ്പ്രിങ്ങിലേക്ക് ഒരു സംഭവം ഉണ്ട്, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഫാക്ടർ എന്നാണ് അതിനെ വിളിച്ചത്. മെന്റൽ അതിനെ വിളിച്ച പേരാണ് ഫാക്ടർ. ഓക്കെ, മെന്റൽ പറഞ്ഞിട്ടുള്ളത് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം. ഈ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ് പാരന്റിൽ നിന്ന് ഓഫ് സ്പ്രിങ്ങിലേക്ക് പോണത്. ഈ ഫാക്ടർ ആണ് ഈ സിമിലാരിറ്റിന്റെ ഒക്കെ അല്ലെങ്കിൽ വേരിയേഷന്റെ ഒക്കെ ഒരു റെസ്പോൺസിബിലിറ്റി മെയിൻ ആയിട്ട് ഇതിന്റെ കാരണം. അതായത് പാരന്റിന്റെ ഫീച്ചേഴ്സ് ഓഫ് സ്പ്രിങ്ങിന് കിട്ടാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഫാക്ടർ ആണെന്നാണ് മെന്റൽ പറഞ്ഞത്. അപ്പം സ്വാഭാവികമായിട്ടും ചോദ്യം വരും, എന്താണ് ഫാക്ടർ, ഫാക്ടർ എങ്ങനെ ഇരിക്കുക, ഫാക്ടറിന്റെ ഷേപ്പ് എന്താണ്, ഫാക്ടറിന്റെ സ്ട്രക്ചർ എന്താണെന്നൊക്കെ സയന്റിസ്റ്റുകൾ ചോദിച്ചു. പക്ഷെ മെന്റലിന് അതിനൊന്നും ആൻസർ ഇല്ലായിരുന്നു. ഓക്കെ, മെന്റലിന് ഇത്ര കാര്യം മനസ്സിലായിട്ടുള്ളൂ, ഒരു പാരന്റ് എന്നൊരു ഓഫ്സ്പ്രിംഗ് എന്തോ ഒരു സംഭവം ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, അതിന് നമ്മള് മെന്റലിന് പേരൊന്നും ഇല്ല. അപ്പൊ മെന്റലിന് ആ ഒരു ടൈമിൽ ഫാക്ടർ എന്നുള്ളൊരു പേരാണ് ഇടാൻ തോന്നിയത്. അപ്പൊ മെന്റൽ എന്ത് ചെയ്തു, അതിനെ ഫാക്ടർ എന്ന് വിളിച്ചു. ഫാക്ടറിന്
എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഏതൊക്കെ ഇപ്പം ഫാദറിലുള്ളൊരു കാര്യം, ഇപ്പം ഫാദറിന് കേളി ഹെയർ ആണ്, അത് ബേബിക്കും കേളി ഹെയർ വരാൻ കാരണം എന്താണ്, ഫാക്ടർ ആണെന്ന് മെന്റൽ പറഞ്ഞു. പക്ഷെ ബാക്കിയുള്ള സയന്റിസ്റ്റ് മെന്റലിനോട് എക്സ്പ്ലനേഷൻ ചോദിച്ചു, എന്താണ് ഫാക്ടർ, ഫാക്ടർ എങ്ങനെ ഇരിക്കുക, അതിന്റെ ഒരു ഫിസിയോളജി എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ മെന്റലിന് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല. സോ അതൊരു റീസൺ ആയിരുന്നു, മെന്റലിന്റെ ഐഡിയ റിജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റീസൺ അതായിരുന്നു. പിന്നീട് അതേപോലെ തന്നെ പറഞ്ഞിട്ടുള്ളത് മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ. ഓക്കെ, മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ ബയോളജിക്കകത്ത് മാത്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് അവർക്ക് ആ ഒരു ടൈമിൽ ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമായിരുന്നു. മാത്സ് ആൻഡ് ബയോളജി എന്ന് പറഞ്ഞാൽ രണ്ട് എക്സ്ട്രീം ആയിട്ട്, അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് സബ്ജക്റ്റുകളായിട്ട് ആയിരുന്നു ആ ഒരു സമയത്ത് കണ്ടിരുന്നത്. പിന്നെ നമ്മളിപ്പം ബയോളജിക്കകത്ത് ഒരുപാട് ബ്രാഞ്ചസ്, ഇപ്പം ബയോളജിയും മാത്തമാറ്റിക്സും കമ്പൈൻ ചെയ്തിട്ട് ഇപ്പം ബയോസ്റ്റാറ്റിക്സ് പോലത്തെ സംഭവം, അതിനകത്തൊക്കെ വെറും മാത്തമാറ്റിക്സും ബയോളജി മാത്രമല്ല, ബയോളജിയിലെ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് വെച്ചിട്ട് ബയോളജിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള സയന്റിഫിക് ബ്രാഞ്ചസ് ഇപ്പം ഈ നമുക്ക് ഉണ്ട്. പക്ഷെ ആ ഒരു ടൈമിലൊക്കെ ഈ ഒരു ബയോളജിക്കകത്ത് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ബയോളജിയിലെ കൺസെപ്റ്റ് മാത്തമാറ്റിക്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറയുമ്പോൾ അത് ശരിക്കും അവർക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ലൈക്ക് എങ്ങനെയാണ് അത് പറയുന്നത്, ഇവര് മെന്റൽ പറയുന്നത് ശരിക്കും അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതായത് നമുക്ക് വേണമെങ്കിൽ കാലത്തിന് മുന്നേ സഞ്ചരിച്ചിട്ടുള്ള ഐഡിയാസ് ആണ് മെന്റലിന്റെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ അതേ സമയത്താണ് ചാൾസ് ഡാർവിന്റെ എവല്യൂഷണറി പ്രിൻസിപ്പിൾസ്. ചാൾസ് ഡാർവിൻ നമുക്കറിയാലോ അല്ലെ, ചാൾസ് ഡാർവിൻ ഒരുപാട് ട്രാവൽ ചെയ്തു, വോയേജർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷിപ്പിനകത്ത് പോയതും, പിന്നെ ഗാലപ്പഗോസ് ഐലൻഡ് അങ്ങനെ പോയിട്ട്, പിന്നെ അതേപോലെ ഡാർവിൻ സ്പിഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള ബേർഡ്സ്, അതിന്റെ കുറെ എവല്യൂഷന്റെ ചാപ്റ്ററിൽ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. എനിവേ ആ ഒരു ടൈം ആയിരുന്നു അത്. അതായത് ചാൾസ് ഡാർവിൻ എവല്യൂഷനെ പറ്റിയിട്ടുള്ള സ്റ്റഡീസ് ഒക്കെ നടത്തിയിട്ട് അതിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് ആ ഒരു മൊത്തത്തിൽ നമ്മളെ വേൾഡിനോട് ഈ എവല്യൂഷനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈം ആയിരുന്നു അത്. അതാണെങ്കിൽ അത് ഭയങ്കര സിമ്പിൾ ആണ്, കൂടുതലായിട്ട് ബയോളജിക്കലി റിലേറ്റഡും ആണ്. അതുകൊണ്ട് തന്നെ മാത്തമാറ്റിക്കൽ ടേംസ് ഒന്നും അതിനകത്ത് വന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് സയന്റിസ്റ്റിന് അല്ലെങ്കിൽ ആ ഒരു പിയർ ഗ്രൂപ്പിന് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിരുന്നു, അവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുമായിരുന്നു. ഡാർവിൻ പറയുന്നത് കമ്പാരിറ്റീവ്ലി മെന്റൽ പറയുന്നതിനേക്കാളും ഡാർവിൻ പറയുന്നത് ഇവർക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. സോ ഇവരെന്ത് ചെയ്തു, ഡാർവിന്റെ ആ ഒരു എവല്യൂഷൻ അത് ഭയങ്കര ഇതുണ്ടാക്കിയതാണല്ലോ. അതായത് ഇപ്പം നമ്മൾ എപ്പോഴും പറയും കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ വന്നത് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യണ സമയത്ത് അത് കുറെ ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കുറെ ആൾക്കാർ അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു അത്. അപ്പൊ അതെല്ലാവരും അതിന്റെ പുറകെ പോയി, അല്ലാതെ മെന്റൽ പറയുന്നത് അല്ലെങ്കിൽ മെന്റൽ ടോപ്പിക്കും എല്ലാം അതിന്റെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയി. അതും ഒരു ഫാക്ടർ. അങ്ങനെ ഈ 3 കാരണങ്ങൾ കൂടി വന്നതുകൊണ്ട് മെന്റലിന്റെ ഐഡിയാസ് ആ ഒരു ടൈമിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മെന്റൽ മരിച്ച് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ശരിക്കും മെന്റലിന്റെ ഐഡിയാസ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്തിട്ട് മെന്റലിന് നൊബേൽ പ്രൈസ് ഒക്കെ കൊടുത്തിട്ട്, അതുപോലെ തന്നെ മെന്റലിനെ ഫാദർ ഓഫ് ക്ലാസിക്കൽ ജെനറ്റിക്സ് ഒക്കെ ആക്കിയിട്ട് മാറ്റിയത് മെന്റൽ മരിച്ച് ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാ. മെന്റൽ ഇത്രയും വലിയൊരു ബ്രാഞ്ച് ഓഫ് സയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ മെന്റലിന് ഇത്രയും ഒരു ഫെയിം ഉണ്ട്, അല്ലെങ്കിൽ മെന്റൽ കാരണമായിട്ട് അതിനകത്തുനിന്ന് ഒരുപാട് സബ് ബ്രാഞ്ചസ് ഫോം ചെയ്തിട്ടുണ്ട്, ഒരുപാട് പുതിയ കാര്യങ്ങൾ അതിനകത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഒന്നും മെന്റൽ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ഈ ഒരു റെക്കഗ്നീഷനോ അല്ലെങ്കിൽ ഈ ഒരു സംഭവം അത് ഇത്രയും ഒരു എന്താ പറയാ, ഡാർവിന്റെ പോലെ തന്നെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസ്കവറി അല്ലെങ്കിൽ ഒരു ഇൻവെൻഷൻ ആയിരുന്നു മെന്റൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മെന്റൽ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. കാരണം മെന്റൽ മരിച്ചു കഴിഞ്ഞ് പിന്നെ മെന്റലിൻ്റെതായിട്ടുള്ള സ്റ്റുഡൻസ് ആയിട്ടുള്ള 3 സയന്റിസ്റ്റുകൾ ഉണ്ടായിരുന്നു. കോറിൻസ്, ഷെർമാക് ആൻഡ് ഹ്യൂഗോ ഡിറീസ് എന്ന് പറഞ്ഞിട്ടുള്ള 3 സയന്റിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഇവര് ആണ് പിന്നീട് മെന്റലിന്റെ വർക്ക്സ് ഒക്കെ തപ്പിയെടുത്ത് കുറെയൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതൊക്കെ തപ്പിയെടുത്തിട്ട് മെന്റലിനെ ഈ സംഭവങ്ങളൊക്കെ വെളിച്ചത്ത് കൊണ്ടുവന്നത് ഈ പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റുകളാണ്. അവർക്ക് വേണമെങ്കിൽ ശരിക്കും അവരെ പേരിലൊക്കെ പബ്ലിഷ് ചെയ്യായിരുന്നു, കാരണം ആരും ശ്രദ്ധിക്കാതെ പോയതായിരുന്നു ഇതൊക്കെ. പക്ഷെ അവര് എന്ത് ചെയ്തു, അവരെ ടീച്ചർ എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നു. അവരെ ടീച്ചറിന്റെ വർക്ക് ടീച്ചറിന്റെ പേരിൽ തന്നെ അറിയണം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, മെന്റലിന്റെ പേരിൽ തന്നെ ആണെല്ലാം ചെയ്തിട്ടുള്ളത്. മെന്റലിന്റെ ഐഡിയാസ് ഒക്കെ ഇവരാണ് പുറം ലോകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമ്മൾക്ക് മെന്റൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം അല്ലെ. മെന്റൽ ഒരുപാട് എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ മെന്റൽ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ മെന്റൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ടൂൾ എന്ന് പറഞ്ഞിട്ടുള്ളത് പൈസൺ സറ്റൈവം, ഓക്കെ, അല്ലെങ്കിൽ ഗാർഡൻ പീ. നമ്മൾ ഇതാ ഇവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഗാർഡൻ പീ പ്ലാന്റ് നമ്മൾ നോർമലി കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മള് ചെറിയ പയറുചെടിയാണ്, പയറുചെടി അതിനകത്താണ് മെന്റൽ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തിയിട്ടുള്ളത്.
അപ്പൊ എന്തുകൊണ്ടാണ് മെന്റലി പാരചെടീനെ തെരഞ്ഞെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഷോർട്ട് ലൈഫ് സൈക്കിൾ ആയിരുന്നു. ഓക്കെ, അത് പെട്ടെന്ന് നമ്മളിപ്പം ഒരു സെറ്റ് കൾട്ടിവേറ്റ് ചെയ്തു, അത് പെട്ടെന്ന് വളരും, അത് കഴിഞ്ഞ് അതിന്റെ ആ ഒരു ഗ്രോത്ത് പീരീഡ് കഴിഞ്ഞ് അതങ്ങനെ മരിച്ചു പോകും. പിന്നെ അടുത്ത സെറ്റിനെ പെട്ടെന്ന് വളർത്താം, അങ്ങനെ അങ്ങനെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അല്ലാതെ ഇപ്പൊ മെന്റൽ വേറെ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിലൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരാൻ തന്നെ ഒരുപാട് ടൈം എടുക്കും. ഇപ്പം ഒരു ക്യാറ്റിലോ അല്ലെങ്കിൽ ഒരു ഡോഗിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തു കഴിഞ്ഞാല് അല്ലെങ്കിൽ വേറെ ഇപ്പൊ വലിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, മാംഗോ ട്രീ, അങ്ങനെ എന്തെങ്കിലും ട്രീസിലോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് വളർന്നു വരുമ്പോഴത്തേന് തന്നെ പിന്നെ ഒരുപാട് വർഷമാവും. പിന്നെ അത് വളർന്ന് അതിന്റെ നമ്മള് ജനറേഷനെ ആണല്ലോ നമുക്ക് നോക്കേണ്ടത്. ജനറേഷൻസിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി ആണല്ലോ ജെനറ്റിക്സ്. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ജനറേഷൻ അടുത്ത ജനറേഷനിക്ക് അതുപോലെ പോയിട്ടുള്ളത്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഒരു ജനറേഷന് അതിന്റെ മുന്നത്തെ ജനറേഷനിൽ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആ വന്നിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ ഇതിനകത്ത് പഠിക്കുന്നത്. അപ്പോ അത് നോക്കാൻ വേണ്ടിട്ട് എടുക്കുന്ന ഒരു ടൂളാണ്, ആ ഒരു എക്സ്പെരിമെന്റൽ ടൂളാണ്. അപ്പോൾ അതെന്തായിരിക്കണം, ഷോർട്ട് ആയിട്ടുള്ള ലൈഫ് സൈക്കിൾ അതിന് ഉണ്ടാവാൻ പാടുള്ളൂ. എന്നാലേ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ ജനറേഷനും കഴിഞ്ഞിട്ട് ഈ ജനറേഷൻസിനൊക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതേപോലെ ഇറ്റ് ഹാസ് ഡിസ്റ്റിങ് ക്യാരക്ടേഴ്സ്, ഡിസ്റ്റിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണുള്ളത്. അതായത് ഇപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട് സീഡിൻ, ഇപ്പൊ നമ്മൾക്ക് മെന്റൽ എടുത്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. സീഡിന്റെ ഷേപ്പ് അത് ഒന്ന് റൗണ്ട് ആണെങ്കിൽ മറ്റത് റിങ്കിൾഡ് ആയിരിക്കും. അത് രണ്ടും ഡിസ്റ്റിങ്ക്ട് ആണ്. പക്ഷെ അതായത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറ്റും അല്ലെ, റൗണ്ട് അതേപോലെ റിങ്കിൾഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സീഡിന്റെ കളർ ആണെങ്കിൽ രണ്ട് ഡിസ്റ്റിങ്ക്ട് കളർ ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. അത് നമുക്ക് പെട്ടെന്ന് കണ്ടു നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ രണ്ട് കളറുള്ള ഫ്ലവർ ഉണ്ടായിരുന്നു, വയലറ്റ് ഉണ്ടായിരുന്നു, വൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ പോഡ് ഷേപ്പ് ഇതേപോലെ തന്നെ നല്ല ഫുൾ ആയിട്ടുള്ള പോഡ്, കൺസ്ട്രക്റ്റഡ് മീൻസ് കുറച്ച് റിങ്കിൾഡ് ആയ പോലെ തന്നെയുള്ള അങ്ങനത്തെ ഉള്ള പോഡ്. പിന്നെ പോഡിന്റെ കളർ ഗ്രീൻ, യെല്ലോ. ഇതൊക്കെ എന്താണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം ഈ ഒരു ഡിഫറൻസ്. ഓക്കെ, നമ്മള് വേറെ ലാബിൽ കൊണ്ടുപോകാനോ ടെസ്റ്റ് ചെയ്യാനോ ഒന്നുമില്ല, നമ്മൾ കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് ഡിഫറെന്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതും എന്താണ് നമ്മൾക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി ഈസി ആണല്ലോ. സോ അത് മെന്റൽ എന്ത് ചെയ്തു, അതുകൊണ്ടാണ് അതും ഒരു കാരണമായിരുന്നു ഈ ഒരു പാരചെടീനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കൾട്ടിവേഷൻ ഈസിയാണ്, ഭയങ്കര ലോ മെയിൻ്റെനൻസ് ആണ്, അധികം വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള കൾട്ടിവേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതേ. ഓക്കെ, അങ്ങനെ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് മെന്റൽ എന്ത് ചെയ്തത്, പാരചെടീനെ എക്സ്പെരിമെന്റൽ ടൂൾ ആയിട്ട് സെലക്ട് ചെയ്തത്. ഓക്കെ, പിന്നെ നമ്മൾക്ക് ഇനി നമ്മൾ ജെനറ്റിക്സ് പഠിക്കാൻ വേണ്ടി പോകുന്നതിന്റെ മുന്നേ കുറച്ച് ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഇനി മുതൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ആണ്. കാരണം ഇനി നമ്മൾ വേറെ ഒന്നും എക്സ്പ്ലനേഷൻസ് ഒന്നും ഉണ്ടാവില്ല, എല്ലാം ഈ ടേംസ് വെച്ചിട്ടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോ നമുക്ക് ഒരുപാട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്, പ്രോബ്ലംസ് ചെയ്യാനുണ്ട്, അതേപോലെ തന്നെ നമ്മൾക്ക് ഒരുപാട് ലോസ് പഠിക്കാനുണ്ട്, പ്രിൻസിപ്പിൾസ് പഠിക്കാനുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ എന്തായിരിക്കും ഈ ടേംസ് മാത്രമായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ടേംസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പോകണം, എന്നാലേ നമുക്ക് ജെനറ്റിക്സ് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ ജെനറ്റിക്സ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. അങ്ങനെ ഇതൊന്നും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാലാണ് നമുക്ക് പിന്നീട് അത് ബുദ്ധിമുട്ടാവുക. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അലീൽ ആണ്. അലീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീനിന്റെ, അതായത് ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മളിപ്പോ മെന്റൽ പറഞ്ഞില്ലേ, ഫാക്ടർ എന്ന് പറഞ്ഞില്ലേ, അതായത് ഒരു പാരന്റ് അല്ലെങ്കിൽ ഒരു ജനറേഷനിൽ അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് പോകുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സംഗതി, ഒരു സാധനം, അതിനെയാണ് മെന്റൽ എന്ന് പറഞ്ഞത് ഫാക്ടർ എന്ന് വിളിച്ചത്. ഫാക്ടറിനെ പിന്നീട് എന്താണ് സംഭവിച്ചത്, മെന്റലിന്റെ ഈ ഒരു ഐഡിയാസ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. പിന്നെ അതിനകത്ത് ഫെർദർ ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സും എല്ലാം നടത്തിയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പൊ അങ്ങനെയാണ് ഫാക്ടർ നമ്മൾ പിന്നെ വിളിച്ച പേരാണ് ജീൻ. ഓക്കെ, ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പാരന്റിൽ നിന്ന് ഓഫ് സ്പ്രിംഗിലേക്ക് പോകുന്ന ഒരു ആളാണ്. ആ ഒരു ജീന് കാരണമായിട്ടാണ് പാരന്റിന്റെ അതേപോലെ സിമിലാരിറ്റീസ് ഒക്കെ ഓഫ് സ്പ്രിങ്ങിന് വരാൻ കാരണം. അതേപോലെ വാരിയേഷൻസും അങ്ങനെ, ജീനിനകത്ത് വരുന്ന ചെറിയ ചെറിയ വാരിയേഷൻസ് ഉണ്ട്, ചെറിയ ചെറിയ വാരിയേഷൻസ് കാരണം എന്താണ് ഈ ഒരു ഓഫ് സ്പ്രിങ്ങും പാരന്റും തമ്മിൽ ഡിഫറൻസസ് ഉണ്ടാവും. എന്തായാലും സിമിലാരിറ്റി ആണെങ്കിലും ഡിഫറൻസ് ആണെങ്കിലും അതിന്റെ ബേസിക് റീസൺ എന്താ, ജീനാണ്. കാരണം ജീനാണ് ഒരു ജനറേഷൻ അടുത്ത ജനറേഷനിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ ജീനിന്റെ രണ്ട് ഡിഫറെന്റ് ഫോം ആയിരിക്കും. അതായത് ഒരു ജീനിന് മിനിമം രണ്ട് ഡിഫറെന്റ് ഫോംസ് പ്രസന്റ് ആയിക്കാരം. ഓക്കെ, അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഹെയറിന്റെ ഒരു ഇതെടുക്കാം. ഓക്കെ, ഹെയറിന്റെ ഒരു സ്ട്രക്ചർ നമ്മൾക്കിപ്പോ കോമൺ ആയിട്ട് നമ്മൾക്ക് പറയാം, കേളി ഹെയറും സ്ട്രൈറ്റ് ഹെയറും. ഇത് രണ്ടും ഒരു ജീനിന്റെ ആൾട്ടർനേറ്റ് ഫോം ആണ്. ഓക്കെ, അതായത് ഇത് ഒരു ജീനിന്റെ തന്നെ ആൾട്ടർനേറ്റ് ഫോംസ് ആണ് കേളി ഹെയറും സ്ട്രൈറ്റ് ഹെയറും. അതിനകത്ത് നമ്മൾക്കിപ്പോ നമ്മളെ പാരന്റിൻ്റെത്, ഒരു പാരന്റിൻ്റെത് കേളി ഹെയർ ആണ്, അടുത്ത പാരന്റിൻ്റെത്
എന്താണ് സ്ട്രെയിറ്റ് ഹെയർ ആണ്. രണ്ട് പാരന്റും രണ്ട് അലീലും ഈ കേളി ഹെയർ ആവാനുള്ള അലീലും സ്ട്രെയിറ്റ് ഹെയർ ആവാനുള്ള അലീലും രണ്ട് പാരന്റ്സിലും പ്രസന്റ് ആണ്. ഓക്കെ, ഇപ്പം ഫാദറിന്റെ ഹെയർ കേളി ഹെയർ ആ വിചാരിക്കുക. ഫാദറിന്റെ ഹെയർ കേളി ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫാദറിന്റെ ആ ഒരു ജീൻ ഉണ്ടല്ലോ, ഹെയറിന്റെ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യുന്ന ജീനിനകത്ത് കേളി ഹെയറിന്റെ ഒരു അലീലും ഉണ്ട്, അതേപോലെ സ്ട്രെയിറ്റ് ഹെയറിന്റെ ഒരു അലീലും ഉണ്ട്. അതായത് അലീൽ എന്ന് പറഞ്ഞാൽ രണ്ട് ഫോമാണ്, അതിനകത്ത് ഏതെങ്കിലും ഒരു ഫോമേ എക്സ്പ്രസ് ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് ചുരുക്കി പറഞ്ഞത്. ഏതെങ്കിലും ഒരു ഫോമാണ് ഇതിനകത്ത് എക്സ്പ്രസ് ചെയ്യുക. അതിലേക്കൊക്കെ നമുക്ക് വരാം. എന്തായാലും ഇപ്പം ബേസിക്കലി നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. അലീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീനിന്റെ തന്നെ രണ്ട് വ്യത്യസ്ത രൂപങ്ങളാണ്. അതായത് ഇപ്പം അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഹെയറിന്റെ കളർ ആണെങ്കിൽ ബ്ലാക്ക് ബ്രൗൺ, ഇത് രണ്ടും എന്താണ് ഈ ഹെയർ കളർ എന്നുള്ളതാണ് ഇവിടെ ജീൻ എന്ന് പറയുന്നത്. അലീൽ എന്ന് പറയുന്നത് ബ്ലാക്ക് അലീലാണ്. ഓക്കെ, അപ്പം അലീൽസിന്റെ പ്രസൻസിനനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ അലീൽസിന്റെ ഒരു കഴിവ് അല്ലെങ്കിൽ അവരെ ഒരു പൊട്ടൻഷ്യൽ അനുസരിച്ചിട്ടായിരിക്കും ഏത് ക്യാരക്ടറാണ് ഏത് കളറാണ് ആ ഒരു ഓർഗാനിസത്തിൽ പ്രസന്റ് ആയിട്ടുള്ളത് തീരുമാനിക്കുക. ഓക്കെ, പിന്നെ അലീൽസ് ഹോമോസൈഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ അലീലും സെയിം ആവുമ്പോ, ഓക്കെ, അതായത് ഇപ്പം എല്ലാ അലീലും സെയിം ആവും ചില കേസസിൽ. അലീൽസിന്റെ പ്രസൻസ് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പം ഇത് ഒരു അലീലാണ് ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞിട്ടുള്ളത്, ഇത് വേറൊരു അലീലാണ് സ്മോൾ ബി എന്ന് പറഞ്ഞിട്ടുള്ളത്. ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ബ്ലാക്ക് ആണ് വിചാരിക്കുക, സ്മോൾ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ ബ്രൗൺ ആണ് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ ഇത് രണ്ട് അലീൽസ് ആയിട്ട് നമുക്ക് പറയാം. ഇനിയിപ്പം ഹോമോസൈഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, രണ്ടും സ്മോൾ ബി ആണെങ്കിൽ അത് ഓക്കെ, രണ്ടും സ്മോൾ ബി ആണെങ്കിൽ അതാണ് ഹോമോസൈഗസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ രണ്ടും ക്യാപിറ്റൽ ബി ഇതൊരു ജീനാണ്, ഈ ജീനിനകത്തുള്ള രണ്ട് അലീൽസും സെയിം ആണ്. അതുപോലെ ഇതൊരു ജീനാണ്, ഇതിനകത്തുള്ള രണ്ട് അലീൽസും സെയിം ആണ്, സ്മോൾ ബി അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന കണ്ടീഷനാണ് ഹോമോസൈഗസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഹെട്രോസൈഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഹോമോസൈഗസിന്റെ ഓപ്പോസിറ്റ് ആണ് ഹെട്രോസൈഗസ്. അപ്പൊ എന്തായിരിക്കും, ഇങ്ങനെ വരും, ഒരു ക്യാപിറ്റൽ ബിയും ഒരു സ്മോൾ ബിയും ഇതൊരു ജീനാണെങ്കിൽ അതിനകത്ത് ഒരു അലീല് ക്യാപിറ്റൽ ബി ഒരു അലീല് സ്മോൾ ബി, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്താ പറയാൻ പറ്റും, ഹെട്രോസൈഗസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അപ്പൊ അലീൽസ് മനസ്സിലായിട്ടുണ്ടാവും, ഹോമോസൈഗസ് മനസ്സിലായിട്ടുണ്ടാവും, ഹെട്രോസൈഗസ് മനസ്സിലായിട്ടുണ്ടാവും. അലീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീനിന്റെ തന്നെ ആൾട്ടർനേറ്റ് ഫോംസ് ആണ്. ഒരു ജീന് മിനിമം രണ്ട് ഫോമെങ്കിലും അതിനകത്ത് ഉണ്ടാവും. ഹോമോസൈഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള അലീൽസ് രണ്ടും സെയിം ആണെങ്കിൽ, അതായത് ഈ ആൾട്ടർനേറ്റ് ഫോംസ് ഉള്ളത് രണ്ടും സെയിം ആണെങ്കിൽ ഹോമോസൈഗസ് ആണ്, രണ്ടും വേറെ വേറെ അലീൽസ് പ്രസന്റ് ആണെങ്കിൽ എന്തായിരിക്കും, അത് ഹെട്രോസൈഗസ് ആണ്. ഇത് നമ്മൾക്ക് കുറച്ച് ക്രോസും കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്, അതൊക്കെ കഴിയുമ്പോഴേക്കും കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. പിന്നെ ഫീനോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർഫോളജിക്കൽ ഫീച്ചർ ആണ്. അതായത് ഇപ്പൊ നമ്മൾ ഈ പുറത്ത് കാണുന്ന സ്കിൻ കളർ, ഹെയറിന്റെ ഷേപ്പ്, ഇപ്പൊ കേളി ഹെയർ, സ്ട്രൈറ്റ് ഹെയർ എന്നൊക്കെ പറഞ്ഞില്ലേ അത്, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും അപ്പിയറൻസ്, ഇപ്പം ഐന്റെ കളർ, അതെല്ലാം നമ്മൾ ഫീനോടൈപ്പ് ആയിട്ടേക്കും പറയാം. ജീനോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക് മേക്കപ്പ് ആണ്. അതായത് ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ പറയാണ് ഇങ്ങനെ, അതായത് ക്യാപിറ്റൽ ബി ഉള്ള ജീന് അല്ലെങ്കിൽ ഈ അലീൽസ് ഉള്ള ജീനുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ ഹെയർ എന്തായിരിക്കും, സ്ട്രൈറ്റ് ആയിരിക്കും എന്ന് പറയാണ്. അങ്ങനെ നല്ല ശരിക്കും എന്നാലും നമ്മളിങ്ങനെ ജസ്റ്റ് പറയുകയാണെങ്കിൽ ഈ ക്യാപിറ്റൽ ബി എന്ന് പറയുന്നതാണ് ജീനോടൈപ്പ്, സ്ട്രൈറ്റ് ഹെയർ എന്ന് പറയുന്നതാണ് ഫീനോടൈപ്പ്. ഓക്കെ, അതായത് ജനറ്റിക് മേക്കപ്പിനെ നമ്മൾ ജീനോടൈപ്പ് എന്ന് പറയും. ആ ഒരു റെപ്രസെന്റ് ചെയ്യണം, ആ അലീൽസിനെ റെപ്രസെന്റ് ചെയ്യണതിനെ നമ്മൾ എന്താ പറയും, ജീനോടൈപ്പ് എന്ന് പറയും. അത് എന്തൊരു ഫീനോടൈപ്പ് അല്ലെങ്കിൽ എന്തൊരു ക്യാരക്ടറാണ് ഒരാളുടെ ബോഡിയിൽ വരുത്തുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഫീനോടൈപ്പ് എന്നും പറയും. ഓക്കെ, അപ്പോ അത്രയും കാര്യങ്ങളാണുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഡോമിനൻസ് ആണ്. ഒരു അലീല് ഓക്കെ, സ്റ്റെബിലിറ്റി ഓഫ് അൻ അലീൽ ടു എക്സ്പ്രസ് ഇറ്റ്സെൽഫ് ഇവൻ ദ പ്രസൻസ് ഓഫ് അൻ ആൾട്ടർനേറ്റ് അലീൽ. നമ്മൾ പറഞ്ഞു ആൾട്ടർനേറ്റ് അലീൽ രണ്ട് കൈൻഡ് ഓഫ് അലീൽസ് ആയിരിക്കും ഉണ്ടാവുക അല്ലെ, രണ്ട് കൈൻഡ്സ് ഓഫ് അലീൽസ് ആണുള്ളത്. ഇപ്പം ഒരു നമ്മളെ ക്യാപിറ്റൽ ബി സ്മോൾ ബി ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് ഈ ക്യാപിറ്റൽ ബി അലീൽ എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണ്, ബ്ലാക്ക് ഹെയർ ആണ്. ഈ ബ്ലാക്ക് ഹെയർ എന്ന് പറഞ്ഞിട്ടുള്ളത് സ്മോൾ ബി ഉണ്ടോ ഇല്ല എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഒരു ക്യാപിറ്റൽ ബി പ്രസന്റ് ആണെങ്കിൽ ആൾക്ക് ബ്ലാക്ക് ഹെയർ ആണ്, അതിൽ വേറെ സംശയമൊന്നുമില്ല. നേരെ മറിച്ച് സ്മോൾ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൗൺ ഹെയർ ആണ്. പക്ഷെ ക്യാപിറ്റൽ ബി ഉണ്ടെങ്കിൽ അതിന് എന്താണ് സ്മോൾ ബി എക്സ്പ്രസ് ചെയ്യൂല. ഓക്കെ, അതിനെ നമ്മൾ റെസസീവ് കണ്ടീഷൻ എന്ന് പറയും. അതായത് സ്മോൾ ബി ഈസ് റെസസീവ് ടു ക്യാപിറ്റൽ ബി. അതായത് ക്യാപിറ്റൽ ബി ഉണ്ടെങ്കിൽ സ്മോൾ ബി എന്താണോ അതിന്റെ ട്രേറ്റ് അത് എക്സ്പ്രസ് ചെയ്യൂല. അതായത് ക്യാപിറ്റൽ ബി ശരിക്കും എന്താണ് ബ്ലാക്ക് ഹെയർ ആണ്, സ്മോൾ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൗൺ ഹെയർ ആണ്.
പക്ഷെ ഈ രണ്ടുപേരും ഒരുമിച്ചുണ്ടെങ്കിൽ എന്തായിരിക്കും? ബ്ലാക്ക് ഹെയർ ആയിരിക്കും. ബ്ലാക്ക് ഹെയർ ഉണ്ടാവുള്ളൂ. ഓക്കെ, ബ്ലാക്ക് ഹെയർ ഉണ്ടാവുള്ളൂ. രണ്ടുപേരും എക്സ്പ്രസ് ചെയ്യുമ്പോൾ രണ്ടുപേരും ഉണ്ടാവുമ്പോൾ ബ്ലാക്ക് ഹെയർ ആണ്. എന്തുകൊണ്ടാ ബ്രൗൺ ഹെയർ വരാത്തെ? ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ സ്മോൾ ബി എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ എന്താണ്? റെസസീവ് ആണ്, അതുകൊണ്ട്. അപ്പം പിന്നെ സ്മോൾ ബി അല്ലെങ്കിൽ ബ്രൗൺ ഹെയർ എപ്പോഴാ വരിക? അങ്ങനെ ഒരു ഡൗട്ട് വരില്ലേ? സ്മോൾ ബി വരണമെങ്കിൽ രണ്ട് അലീൽസും സ്മോൾ ബി ആവണം. സ്മോൾ ബി എന്നുള്ള ഒരു രീതി ഈ ഒരു ജീനാണ്. അല്ലെങ്കിൽ രണ്ട് അലയിലും ഒരുപോലെ ഹോമോസൈഗസ് കണ്ടീഷൻ ആകുമ്പോൾ മാത്രമാണ് സ്മോൾ ബിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു അലീല് അതിന് ദ എബിലിറ്റി ഓഫ് ആൻ അലീൽ ടു അതായത് ഒരു അലീല് അതിന്റെ കൂടെ വേറൊരു അലീലൂടെ ഉണ്ടെങ്കിൽ അപ്പോ എക്സ്പ്രസിന് ഏതൊരു കണ്ടീഷനിലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന അലീലിന് നമ്മൾ എന്ത് പറയും? ഡോമിനന്റ് അലീൽ എന്ന് പറയും. അതേപോലെ വേറൊരു അലീലിന്റെ പ്രസൻസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അലീൽ നമ്മൾ റെസസീവ് അലീൽ എന്നും പറയും. ഇതാണ് പറഞ്ഞില്ല. അപ്പൊ ഈ ഒരു ഫിനോമിനെ നമ്മൾ ഡോമിനൻസ് എന്ന് പറയും. അതേപോലെ മറ്റേ റെസസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേറൊരു അലീലിന്റെ പ്രസൻസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ നമ്മൾ എന്ത് പറയും? റെസസീവ്നെസ് എന്നും പറയും. അതാണുള്ളത്. ഓക്കെ, ഇനി നമുക്കൊരു മോണോ ഹൈബ്രിഡ് ക്രോസ് നോക്കാം. രണ്ട് പാരന്റ്സ് നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ രണ്ട് പാരന്റ്സിനെ ക്രോസ് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, പാരന്റ്സിനെ വെച്ചിട്ട് ക്രോസ് ചെയ്ത് നോക്കാണ്. അതിനകത്ത് ഒരു ട്രൈറ്റ് മാത്രം, എന്തെങ്കിലും ഒരു ക്യാരക്ടർ മാത്രം. നമ്മൾ രണ്ടും ക്യാരക്ടർ ഉള്ളത് 3 ക്യാരക്ടർ ഒക്കെ ഉള്ള ക്രോസ് ഉണ്ട്. നമ്മളിവിടെ ആകെ ഒരു ക്യാരക്ടർ മാത്രമാണ് നോക്കുന്നത്. ഇതാണ് മെന്റൽ ആദ്യമായിട്ട് ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ പാരന്റിന്റെ ഫീനോടൈപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഹോമോസൈഗസ് ആയിട്ടുള്ള ടോളും ഹോമോസൈഗസ് ആയിട്ടുള്ള ഡ്വാർഫും ആണ്. ഹോമോസൈഗസ് ആയിട്ടുള്ള ടോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തേക്കാരം? രണ്ടലിയിലും സെയിം ആയിരിക്കും. രണ്ടലിയിലും ടോൾനെസിന്റെ അലിയിലേക്കാരം. ടോൾനെസിന്റെ അലിയിൽ എന്ന് പറഞ്ഞിട്ടുള്ള പാരന്റിന്റെ ജീനോടൈപ്പ് നമ്മൾ ടോൾനെസ് എക്സ്പ്രസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ടി ആണ്. ഓക്കെ, ഇതിനകത്ത് കാണായിരിക്കും ക്യാപിറ്റൽ ടി ആണ് ടോൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, അതേപോലെ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ടോൾനെസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞ അലിയില് സ്മോൾ ടീനോട് എന്താണ്? ഡോമിനന്റ് ആണ്. സ്മോൾ ടി റെസസീവ് ആണ്. അപ്പൊ അത് അങ്ങനെ പറഞ്ഞാൽ എന്തിട്ട്? നമ്മളിപ്പോ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ അല്ലെ? അതായത് ഒരലിയിൽ മാത്രം ഉണ്ടെങ്കിലും അതിന്റെ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അത് ഡോമിനന്റ് ആയിട്ടുള്ള ഒരു അലിയിലാണ്. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ ടി ഡോമിനന്റ് ആണ്. ക്യാപിറ്റൽ ടി ഒരൊറ്റൊരു ക്യാപിറ്റൽ ടി ഉണ്ടെങ്കിലും അതിന്റെ ഒരു ട്രൈറ്റ് അത് എക്സ്പ്രസ് ചെയ്യും. അതേപോലെ സ്മോൾ ടി എന്ന് പറഞ്ഞിട്ടുള്ളത് റെസസീവ് ആയിട്ടുള്ള അലിയിലാണ്. അത് രണ്ട് സ്മോൾ ടി ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന്റെ ഒരു ട്രൈറ്റ് അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുന്ന ട്രൈറ്റ് എന്താ? ഡ്വാർഫ്നെസ് ആണ്. ആ ഡ്വാർഫ്നെസ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ രണ്ട് സ്മോൾ ടി പ്രസന്റ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണ് ഉള്ളത്. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള പാരന്റിന്റെ ജീനോ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് ക്യാപിറ്റൽ ടി ആണ്. ഒരാളാണെങ്കിൽ സ്മോൾ ടി ആണ്. പിന്നെ പാരന്റിന്റെ ജീനോ ടൈപ്പ് പിന്നെ നമ്മൾ ഗമീറ്റ്സ് ഫോം ചെയ്യും. അതായത് നമ്മളിപ്പം അത് ഗമീറ്റ്സ് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് പറയാം. നമ്മളിപ്പോ ക്രോമസോം നമ്പർ നമ്മളെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സെല്ലിനകത്ത് 46 ആണെങ്കിൽ ഗമീറ്റ്സിനകത്ത് 23 ആയിരിക്കും. എല്ലാം പകുതിയായിട്ട് കുറയും ഗമീറ്റ്സിനകത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗമീറ്റ്സ് ഫോം ചെയ്യുമ്പോൾ 2 ടി ഒരിക്കലും ഉണ്ടാവില്ല. അത് നമുക്കൊരു ലോ ആയിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു റൂൾ ആയിട്ട് തന്നെ പറയാനുണ്ട്. പക്ഷെ ഇപ്പം ജസ്റ്റ് ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഗമീറ്റ്സിനകത്ത് ഒരലിയിലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഗമീറ്റ്സിനകത്ത് ഒരലിയിൽ ഉണ്ടായാലേ നടക്കുള്ളൂ. കാരണം നമ്മൾ ഫാദറിന്റെ കയ്യിൽ നിന്ന് ഒരു അലീലും വേണം, മദറിന്റെ കയ്യിൽ നിന്ന് ഒരു അലീലും വേണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മള് ജീനോടൈപ്പിനകത്ത് 2 അലീൽസ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം ഫാദറും 2 അലീൽ തന്നു, മദറും 2 അലീൽ തന്നു തന്നെ നമ്മളെ കയ്യിൽ എന്തായി? 4 അലീലായി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ വേറെ ഒരു ഈ പറഞ്ഞിട്ടുള്ള ആള് മാരേജ് ചെയ്തിട്ട് വേറൊരു ഓഫ്സ്പ്രിങ്ങിനെ ഉണ്ടാക്കുന്ന ടൈമില് ആ ഒരു ടൈമില് അടുത്ത ആള് പാർട്ട്ണർ മേ ബി 2 അലീൽ തരും അല്ലെങ്കിൽ 4 അലീൽ തരും. അപ്പോഴും അതൊരു കറക്റ്റ് ആയിട്ടൊരു ഓർഡർ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു നമ്പർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഗമീറ്റ്സിനകത്ത് എപ്പോഴും ഒരു അലീലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതാണ് ഓർക്കേണ്ട കാര്യം. ഗമീറ്റ്സിനകത്ത് ഒരു അലീലേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇവിടെ രണ്ട് ഹോമോസൈഗസ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഹോമോസൈഗസ് ആയിട്ടുള്ള പാരന്റ് ആണ്. ഓക്കെ, ഹോമോസൈഗസ് ആയിട്ടുള്ള പാരന്റിനകത്ത് എന്താണ്? ഗമീറ്റ്സ് നമ്മൾക്ക് ഇവിടെ ക്യാപിറ്റൽ ടി ആണുള്ളത്. അപ്പം അതിനകത്ത് ഗമീറ്റ്സ് എന്താണ്? ഒരു ടൈപ്പ് ഓഫ് ഗമീറ്റ് ഉണ്ടാവുള്ളൂ. കാരണം ഒരു അലീലാണ്, ഹോമോസൈഗസ് ആണല്ലോ. അപ്പൊ ഒരേ ടൈപ്പ് ഓഫ് അലീലാണല്ലോ. അപ്പൊ അത് ഗമീറ്റ്. ഇവിടെ ഒരു ടൈപ്പ് ഓഫ് ഗമീറ്റ്, 2 ടൈപ്പ് ഓഫ് ഗമീറ്റ് വരുന്നതൊക്കെ നമ്മൾ പറയും നെക്സ്റ്റ് ഇതിനകത്ത്. പിന്നെ ഇവിടെ ഹോമോസൈഗസ് ഡ്വാർഫ് ആണ്. ഇതും സെയിം തന്നെയാണ്, ഹോമോസൈഗസ് ആണ്, സെയിം ടൈപ്പ് ഓഫ് അലീലാണ്. അതുകൊണ്ട് ഗമീറ്റ്സ് എല്ലാം സെയിം ടൈപ്പ് ആയിക്കാരം. ഓരോ ഗമീറ്റിലും ഓരോ സ്മോൾ ടി വീതായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഒരു ഹെട്രോസൈഗസ് ടോൾ ആയിട്ടുള്ള ആളായിരിക്കും നമുക്ക് കിട്ടുക. കാരണം ഒരു അലീൽ ഈ പാരന്റിനകത്തുള്ള ക്യാപിറ്റൽ ടിയും ഇവിടെ വരും. അതേപോലെ മറ്റേ പാരന്റിനകത്തുള്ള ഇവിടെ ഉള്ള ഈ ഒരു ക്യാപിറ്റൽ ടിയും വരും. അതേപോലെ ഇവിടെ ഉള്ള ഒരു സ്മോൾ ടിയും വരും.
അങ്ങനെയാണ് ഈ പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫ് സ്പ്രിങ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞാല് ഈ ഒരു ഓഫ് സ്പ്രിങ് എന്തായിരിക്കും? ടോളായിരിക്കും അല്ലെ? എന്തുകൊണ്ട് ടോളായത്? സ്മോൾ ടീനെക്കാളും ഡോമിനന്റ് ആണ്. അതുകൊണ്ട് ക്യാപിറ്റൽ ടി ഒരൊറ്റ അടിയിൽ പ്രസന്റ് ആണ് എക്സ്പ്രസ് ചെയ്യുക. അതുകൊണ്ട് ടോൾ ആയിരിക്കും. അതായത് ടോൾ ആയിട്ടുള്ള ഒരു പാരന്റും ഡോർഫ് ആയിട്ടുള്ള ഒരു പാരന്റിനും നമ്മൾ ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് ടോൾ ആയിട്ടുള്ള ഓഫ് സ്പ്രിങ്ങിനെയാണ് കിട്ടിയത്. ഓക്കെ, അപ്പം അതാണ് ഫസ്റ്റിലെ F1 ജനറേഷൻ. ഇവിടെ കുറച്ച് ടേംസ് ഉണ്ട്. ഇവിടെ കുറച്ച് ടേംസ് പാരന്റ് ഫീനോടൈപ്പ് നമ്മൾ ഫസ്റ്റ് പാരന്റ്സിനെ P1 ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. പാരന്റിന്റെ ജീനോടൈപ്പ് നമ്മൾ പറഞ്ഞു, പിന്നെ ഗമീറ്റ്സ് പറഞ്ഞു, പിന്നെ F1 അല്ലെങ്കിൽ ഫസ്റ്റ് ഫിലിയൽ ജനറേഷൻ എന്ന് പറയും. നമ്മളിപ്പം ക്രോസ് ചെയ്ത് കിട്ടിയില്ലേ, അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടിയില്ലേ, അതിന് നമ്മൾ F1 ആണ് പറയുന്നത്. F1ന്റെ ജീനോടൈപ്പ് ആണ് നമ്മൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിട്ട് വന്നിട്ടുള്ളത്. അതിന്റെ ഫീനോടൈപ്പ് ടോൾ ആണ്, അത് ഹെട്രോസൈഗസ് ആണ്. ഓക്കെ, കാരണം ഒരു ക്യാപിറ്റൽ ടി ആണ് അതിനകത്തുള്ളത്, ഒരു സ്മോൾ ടി ആണ്. പക്ഷെ എന്നാലും അതിന്റെ ഫീനോടൈപ്പ് എന്തായിരിക്കും? ടോൾ ആയിരിക്കും. പിന്നെ നമ്മൾ ഈ ഒരു ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉള്ള F1നെ സെൽഫ് ആയിട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, F1നെ നമ്മൾ സെൽഫ് ആയിട്ട് ക്രോസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ക്യാപിറ്റൽ ടി ഇത് കണ്ടില്ലേ, ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി ആണുള്ളത് ഒരു പാരന്റ്, അടുത്ത പാരന്റും ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി ആണുള്ളത്. ഇവിടെ എന്താണ്? രണ്ട് ഡിഫറെന്റ് അലീൽസ് ആണല്ലേ, ഇതൊരു ഹെട്രോസൈഗസ് കണ്ടീഷൻ ആണ്. അപ്പൊ നമ്മൾക്ക് ഇവിടെ എത്ര അലീൽ ഉണ്ട്? ഒരു പാരന്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് ഡിഫറെന്റ് അലീൽസ് ഉണ്ട്. അപ്പൊ രണ്ട് ടൈപ്പ് ഗമേറ്റ്സ് ഇവിടെ ഫോം ചെയ്യും. അതായത് 50% ഓഫ് ഗമേറ്റ്സിന് ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞ അലീലായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, 50% ഓഫ് ഗമേറ്റ്സിന് സ്മോൾ ടി എന്ന് പറഞ്ഞിട്ടുള്ള അലീലായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അത് മറ്റേ പാരന്റിന്റെ കേസിൽ അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. ഗമീറ്റ്സുകൾ എങ്ങനെ വേണമെങ്കിലും ഫ്യൂസ് ചെയ്യാം അല്ലെ. നമ്മളിപ്പം സ്പേമും എഗ്ഗും ആണ് ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്യുക. അതായത് ഈ ഒരു എഗ് ഈ സ്പേമിനോടെ ഫ്യൂസ് ചെയ്യോ, അല്ലെങ്കിൽ ഈ സ്പേം ഈ ഒരു അലീലുള്ള ചെയ്യോ, അങ്ങനൊന്നും ഇല്ല. അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും ഫ്യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം ക്യാപിറ്റൽ ടീനെ, ഇവിടുത്തെ ക്യാപിറ്റൽ ടി, ഓക്കെ ഒരു മിനിറ്റ്, ഈ ഒരു ക്യാപിറ്റൽ ടീനെ നമ്മൾ ഈ ഒരു ക്യാപിറ്റൽ ടീനെ കൊണ്ട് ക്രോസ് ചെയ്തു. അപ്പൊ നമുക്ക് ക്യാപിറ്റൽ ടി കിട്ടും. ഒരു സ്മോൾ ടീനെ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടുത്തെ സ്മോൾ ടീനെ കൊണ്ടും ഈ സ്മോൾ ടീനെ കൊണ്ടും ക്രോസ് ചെയ്ത് കഴിഞ്ഞാല് സ്മോൾ ടി കിട്ടും. പിന്നെ ക്യാപിറ്റൽ ടീനെ തന്നെ നമ്മൾ ഇവിടെ സ്മോൾ ടീനെ കൊണ്ട് ക്രോസ് ചെയ്യാം, സ്മോൾ ടീനെ ഇവിടുത്തെ ക്യാപിറ്റൽ ടീനെ കൊണ്ടും ക്രോസ് ചെയ്യാം. അങ്ങനെ നമ്മൾക്ക് കിട്ടുമ്പോൾ അത് എഴുതാം. ഓക്കെ, നമ്മൾ എങ്ങനെ ഗമീറ്റ്സ്, ആദ്യം ഗമീറ്റ്സിന് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. അതിനുശേഷം നമ്മൾ ഓരോ ഗമീറ്റ്സും അപ്പുറത്തുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള പാരന്റിന്റെ ഗമീറ്റ്സിന്റെ അടുത്ത് ഓരോ ഗമീറ്റ്സിന്റെ അടുത്തും ക്രോസ് ചെയ്യാം. എന്നിട്ട് അവരെ ജീനോടൈപ്പ് എഴുതാം. ജീനോടൈപ്പ് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്തുനിന്ന് ഹോമോസൈഗസ് ആണ്. അതെന്തായിരിക്കും? രണ്ടും ടി ആണ്, ഹോമോസൈഗസ് ആണ്. അപ്പൊ എന്തായാലും ടോൾ ആയിരിക്കും. പിന്നുള്ളത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. അതെന്താണ്? ഒരു ക്യാപിറ്റൽ ടി ഉണ്ട്, അപ്പൊ അത് സ്വാഭാവികമായിട്ടും ടോൾ ആണ്. അടുത്തതിനകത്തും ഒരു ക്യാപിറ്റൽ ടി ഉണ്ട്. ഒരു ക്യാപിറ്റൽ ടി കണ്ട പിന്നെ ഒന്നും നോക്കാനില്ല, അത് ടോൾ ആണ്. പിന്നെ രണ്ട് സ്മോൾ ടി വരുന്നുണ്ട് അല്ലെ, രണ്ട് സ്മോൾ ടി വരുന്നുണ്ട്, അത് എന്താണ്? ഡ്വാർഫ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇങ്ങനെ ക്രോസ് ചെയ്തപ്പം ഇവിടെ എന്തായിരുന്നു? നമ്മള് ഒന്നുകൂടി അനലൈസ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ നമ്മൾ ആദ്യം ടോളും ഡ്വാർഫും ആയിട്ടുള്ള ഒരു പാരന്റ്സിനെ വെച്ച് ക്രോസ് ചെയ്തു. അതിലുണ്ടായ എല്ലാ ഓഫ് സ്പ്രിങ് എന്തായിരുന്നു? ടോളായിരുന്നു. ഒറ്റ ആളും ഡ്വാർഫില്ല. അതായത് എല്ലാവരും ആ ഒരു ഡോമിനന്റ് പാരന്റിന്റെ പോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഇതിനകത്തുണ്ടായ ഓഫ് സ്പ്രിങ് അപ്പം അതിനകത്ത് നമ്മൾ നേരത്തെ കണ്ട ഒരു മുന്നിലുള്ള ജനറേഷൻ, ഇവരെ നേരെ മുന്നിലുള്ള ജനറേഷന്റെ മുന്നിലുള്ള അല്ലെങ്കിൽ ഗ്രാൻഡ് മദറിന്റെ പോലെ ഗ്രാൻഡ് ഫാദറിന്റെ പോലെ അതേ ക്യാരക്ടേഴ്സ് ആണ് ഇവർക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. 3 ടോളും ഒരു ഡ്വാർഫും എന്നുള്ള രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, 3 ടോളും ഒരു ഡ്വാർഫും. അതുകൊണ്ട് ഇതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുള്ള ഫീനോടൈപ്പിക് റേഷ്യോ എന്താണ്? 3:1. ഫീനോടൈപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്തുള്ള ആ ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി ആണോ സ്മോൾ ടി ആണോ ഒന്നും കൺസിഡർ ചെയ്യൂല, ടോൾ ആണോ ഡ്വാർഫ് ആണോ എന്ന് മാത്രം നോക്കും. അതായത് പുറമേ ഉള്ള ആ ഒരു ഫീനോടൈപ്പ് എന്താ നോക്കിയിട്ടുള്ള റേഷ്യോ, അതിനെയാണ് നമ്മൾ ഫീനോടൈപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിവിടെ 3 നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ, 3 ടോളും ഒരു ഡ്വാർഫും ആണ്. അതുകൊണ്ട് 3:1 ആണ് ഫീനോടൈപ്പിക് റേഷ്യോ. ജീനോടൈപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക് മേക്കപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു ക്യാപിറ്റൽ ടി എത്ര എണ്ണ? ഒരെണ്ണേ ഉള്ളൂ. അതേപോലെ ക്യാപിറ്റൽ ടി സ്മോൾ ടി എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട് അല്ലെ. അതേപോലെ സ്മോൾ ടി ഒരെണ്ണാണുള്ളത്. അപ്പം അത് നമ്മൾ എങ്ങനെയാ കൊടുക്കുന്നത്? ക്യാപിറ്റൽ ടി 1 ആണുള്ളത്, ക്യാപിറ്റൽ ടി സ്മോൾ ടി 2 എണ്ണം ഉണ്ട്, സ്മോൾ ടി ഒരെണ്ണം ഉള്ളത്. അപ്പൊ 1:2:1 ഉള്ള റേഷ്യോ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഈ ഒരു റേഷ്യോ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇനി നോക്കാനുള്ളത്
ഇതിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രോസ് ആണ്. അതായത് നമ്മൾ ക്രോസുകൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് ക്രോസുകൾ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രോസസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സെൽഫ് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ജനറേഷനിലുള്ള മെമ്പേഴ്സ് തമ്മിലുള്ള ക്രോസ്. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്തില്ലേ F1ലുള്ള ഓഫ് സ്പ്രിങ്സിനെ വെച്ചിട്ട് നമ്മൾ ക്രോസ് ചെയ്തല്ലോ, അതിനെ നമ്മൾ സെൽഫ് ക്രോസ് എന്ന് പറയും. ഒരു സെയിം ജനറേഷനിൽ വന്ന് F1ലുള്ളവരെ ക്രോസ് ചെയ്യുമ്പോൾ അത് സെൽഫ് ക്രോസ് ആണ്. അതേപോലെ അത് കഴിഞ്ഞിട്ട് F2ലുള്ള ആളുകളെ ഓഫ് സ്പ്രിങ്സിനെ വെച്ചിട്ട് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അതും ഒരു സെൽഫ് ക്രോസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. പിന്നുള്ളത് ബാക്ക് ക്രോസ് ആണ്. ബാക്ക് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫ് സ്പ്രിങ്, നമ്മൾക്കിപ്പം F1ൽ ഒരു ഓഫ് സ്പ്രിങ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫ് സ്പ്രിങ്ങിനെ വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പാരന്റ്, ഫാദറും മദറും ഉണ്ടാവുമല്ലോ, ഈ ഒരു ഓഫ് സ്പ്രിങ്ങും പാരന്റും തമ്മിലുള്ള ഒരു ക്രോസ് ആണ്. അതായത് ഏതൊരു ഓഫ് സ്പ്രിങ്ങിനെ എടുക്കാം, അതേപോലെ ഇവരെ ഏതൊരു പാരന്റിനെ എടുക്കാം, ഫാദറോ മദറോ ഏതെങ്കിലും ഒരു പാരന്റിനെ വെച്ചിട്ട് ഈ ഒരു ഓഫ് സ്പ്രിങ്ങിനെ ക്രോസ് ചെയ്യുന്നതാണ് ബാക്ക് ക്രോസ് എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് ടെസ്റ്റ് ക്രോസ് ആണ്. ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ക്രോസിന്റെ തന്നെ ഒരു വാരിയേഷൻ ആണ്. അതായത് ഓഫ് സ്പ്രിങ്ങിന് പാരന്റിന്റെ അടുത്ത് തന്നെയാണ് ക്രോസ് ചെയ്യുന്നത്, പക്ഷെ ഇവിടെ ക്രോസ് ചെയ്യുന്നത് റെസസീവ് ആയിട്ടുള്ള പാരന്റിനോടായിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ള ക്രോസിന് ടെസ്റ്റ് ക്രോസ് എന്ന് പറയും. അതായത് ബാക്ക് ക്രോസ് തന്നെ ഓഫ് സ്പ്രിങ്ങും പാരന്റും തമ്മിലുള്ള ക്രോസ് ആണ്, പക്ഷെ ഓഫ് സ്പ്രിങ്ങിനെ ക്രോസ് ചെയ്യുന്നത് റെസസീവ് ആയിട്ടുള്ള പാരന്റ്. ഇപ്പൊ നമ്മൾ ഇവിടെ ടോൾ ആൻഡ് ഡ്വാർഫ് പറഞ്ഞു അല്ലേ, ഇവിടെ രണ്ട് പാരന്റ്സ് ഉണ്ടായിരുന്നല്ലോ, ടോളും ഡ്വാർഫും ഉണ്ടായിരുന്നല്ലോ. അതിനകത്ത് നമ്മൾ ഈ ഡ്വാർഫ് ആയിട്ടുള്ള പാരന്റ് ആണ് ഇവിടെ റെസസീവ്. ആ റെസസീവ് ആയിട്ടുള്ള പാരന്റിന്റെ അകത്ത് നമ്മൾ ഈ ഒരു ഹെട്രോസൈഗസ് ടോൾ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറഞ്ഞിട്ടുള്ള ഓഫ് സ്പ്രിങ്ങിനെ ക്രോസ് ചെയ്യുന്നതാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, ടെസ്റ്റ് ക്രോസ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അൺനോൺ ആയിട്ടുള്ള ജീനോടൈപ്പ്, ഇപ്പം ഓഫ് സ്പ്രിങ്ങിന്റെ ജീനോടൈപ്പ് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാരന്റിന്റെ ജീനോടൈപ്പ് അറിയില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ ഒരു ക്രോസ് വെച്ചിട്ട് കണ്ടുപിടിക്കാം. അതിപ്പം അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകേണ്ടതില്ല. അപ്പം ജസ്റ്റ് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടാക്കിയാൽ മതി, എന്താണ് സെൽഫ് ക്രോസ്, എന്താണ് ബാക്ക് ക്രോസ്, ടെസ്റ്റ് ക്രോസ് എന്താന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. നമ്മൾ പറയാൻ പോകുന്നതാണ് മെയിൻ പാർട്ടിലേക്ക് പോവാണ്. മെന്റലിന്റെ ലോസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. മെന്റൽ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ലോ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഡോമിനൻസ്. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ആൾട്ടർനേറ്റ് ഫോംസ് ഉണ്ട്, അലീൽസ് പറഞ്ഞിട്ടുള്ള ഫോംസ് ജീനകത്തുണ്ട്. ഒരു അലീൽ അതിന്റെ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യും. മറ്റു അലീൽ ഉണ്ടെങ്കിൽ പോലും ഒരു അലീൽ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഡോമിനന്റ് അലീൽ എന്ന് പറഞ്ഞിട്ടുള്ള അലീലിന് എന്താണ്, മറ്റു അലീലിന്റെ പ്രസൻസിൽ കൂടി അതിന്റെ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യും. പക്ഷെ മറ്റേ അലീലാണെങ്കിലോ, ഈ ഡോമിനന്റ് അലീൽ ഉണ്ടെങ്കിൽ അതിന്റെ ക്യാരക്ടർ അത് എക്സ്പ്രസ് ചെയ്യൂല. നമ്മൾ ടോളും ഡ്വാർഫും പറഞ്ഞപ്പം ഡ്വാർഫ് കണ്ടീഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിട്ട് എന്തായിരുന്നു, ആ ഒരു അലീല്, അതായത് സ്മോൾ ടി, രണ്ട് അലീലും സ്മോൾ ടി ആകുമ്പോൾ മാത്രമാണ് ഡ്വാർഫ് കണ്ടീഷൻ വരുന്നത്. ഒരു ക്യാപിറ്റൽ ടി ഉണ്ടെങ്കിലും ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നു കഴിഞ്ഞാൽ അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത് എന്തായിരിക്കും, ടോൾ കണ്ടീഷൻ ആയിരിക്കും. അപ്പൊ ഇവിടെ ടോൾനെസിന്റെ അലയിൽ ഡോമിനന്റും ഡ്വാർഫ്നെസിന്റെ അലയിൽ റിസസീവ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പം അതാണ് പറഞ്ഞിട്ടുള്ളത്. ജീൻ ഈസ് എ ഫാക്ടർ വിത്ത് ഓൾട്ടർനേറ്റ് ഫോംസ് കോൾഡ് അലീൽസ്. One allele expresses its character even in the presence of other form of allele and is known as dominant allele. അതേപോലെ the other allele fails to express the character in the presence of dominant allele and express itself only in the homozygous condition. Only in the homozygous condition. It is known as recessive allele. Okay, അങ്ങനെയാണ് ഡോമിനന്റ് ആൻഡ് റെസസീവ്. നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങൾ തന്നെ, അത് ജസ്റ്റ് ഒരു ലോ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതാണ് ഇപ്പൊ മെന്റലിന്റെ ഫസ്റ്റ് ലോ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഓഫ് ഡോമിനൻസ് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതിന്റെ ഒരു എക്സെപ്ഷൻസ് ആണ്. അതായത് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഡോമിനൻസ് ഒബേ ചെയ്യാത്ത കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എല്ലാ കേസിലും പ്രിൻസിപ്പിൾ ഓഫ് ഡോമിനൻസ് ഒബേ ചെയ്യുന്നില്ല. ഓക്കെ, അതിന്റെ എക്സെപ്ഷൻസ് ആണ് നമ്മൾക്ക് ഇനി നോക്കാനുള്ളത്. അപ്പൊ അതിനകത്ത് ഒന്നാമത് പറയുന്നതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹെട്രോസൈഗസ് കണ്ടീഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ ഹെട്രോസൈഗസ് കണ്ടീഷൻ, ടോളും ഡ്വാർഫും നമ്മൾ ക്രോസ് ചെയ്തപ്പം ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടി. അങ്ങനെ കിട്ടുമ്പം എന്തായിരിക്കും സംഭവിക്കുന്നത്, അത് ആ ഒരു ഓഫ് സ്പ്രിങ് എന്തായിരിക്കും, ടോൾ ആയിരിക്കും അല്ലെ. അല്ലാണ്ട് ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ലെങ്ത് ഇല്ലല്ലോ. ടോളും ഡോർഫും ക്രോസ് ചെയ്തിട്ട് രണ്ടിന്റെ ഇടയിലുള്ള ഒരു ലെങ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആണ്. അതിനെയാണ് നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഫിനോടൈപ്പ്, ഹെട്രോസൈഗസ് കണ്ടീഷൻ മാത്രം കേട്ടോ. ഹോമോസൈഗസ് ആണെങ്കിലും ഒക്കെ നോർമൽ പോലെ തന്നെ. പക്ഷെ ഹെട്രോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷൻ, ഒരു ഡോമിനന്റ് അലയിലും ഒരു റെസസീവ് അലയിലും കൂടി വരുന്ന ആ ഒരു ഹെട്രോസൈഗസ് കണ്ടീഷനകത്ത് എന്താണ്, നമുക്കൊരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഫിനോടൈപ്പ് ആയിരിക്കും കിട്ടുക. അതായത് രണ്ട് പാരന്റ്സിനും ഇല്ലാത്തൊരു ക്യാരക്ടർ ആയിരിക്കും വരിക. അതായത് അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ഫ്ലവർ കളർ ഓഫ് മിറാബിലിസ് ടെലപ്പ, അല്ലെങ്കിൽ സ്നാപ് ഡ്രാഗൺ, അല്ലെങ്കിൽ ഫോറോക്ലോക്ക് പ്ലാന്റ് എന്നൊക്കെ പറയാം. നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ വീടുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്ലാന്റ് ആണ് അല്ലെ. ഈ ഒരു ഫോറോക്ലോക്ക് പ്ലാന്റ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ,
അപ്പൊ അതിന്റെ ഒരു ഫ്ലവർ കളർ വെച്ചിട്ടാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എങ്ങനെയാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമ്മൾ പാരന്റ് ഫ്ലവർ എടുത്തിട്ടുണ്ട്. പാരന്റ് ഫ്ലവർ എന്ന് പറഞ്ഞിട്ടുള്ള P1 ജനറേഷനകത്ത് അതിന്റെ ജീനോ ടൈപ്പ് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ക്യാപിറ്റൽ ആർ ആണ് ഇവിടെ ഡോമിനന്റ് അലീലായിട്ട് വരുന്നത്. എന്താണ് റെഡ്, ക്യാപിറ്റൽ ആർ ഹോമോസൈഗസ് ആണ്. അത് റെഡ് കളറിനെയാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ സ്മോൾ ആർ എന്ന് പറഞ്ഞിട്ടുള്ളത് സ്മോൾ ആർ റിസസീവ് ആണ്. അത് എന്താണ് സ്മോൾ ആർ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാൽ ജീനോടൈപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ ഫീനോടൈപ്പ് വൈറ്റ് ആയിരിക്കും. ഓക്കെ, ക്യാപിറ്റൽ ആർ എന്നുള്ള അതിന്റെ ഫീനോടൈപ്പ് റെഡ് ആയിരിക്കും. സ്മോൾ ആർ എന്ന് പറഞ്ഞിട്ടുള്ള ജീനോടൈപ്പ് ഉള്ള പാരന്റ് വൈറ്റ് ഫ്ലവേഴ്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. നമ്മൾ എന്നിട്ട് ഇവരെ എന്താണ് ക്രോസ് ചെയ്യാണ്. ഇവിടെ നമ്മൾ കണ്ടില്ലേ ഗമീറ്റ്സിനെ എഴുതുമ്പോൾ എല്ലാ ഗമീറ്റ്സും സെയിം ആയിരിക്കും, കാരണം ഹോമോസൈഗസ് ആണ്. രണ്ട് പാരന്റ്സ് ഹോമോസൈഗസ് ആയതുകൊണ്ട് ഈ ഒരു പാരന്റ് റെഡ് ഫ്ലവർ ഉള്ള പാരന്റിന്റെ ഗമീറ്റിലെല്ലാം ക്യാപിറ്റൽ ആർ മാത്രമേ ഉണ്ടാവുള്ളൂ. വൈറ്റ് ഫ്ലവർ ഉള്ള പാരന്റിന്റെ ഗമീറ്റ്സ് എല്ലാം സ്മോൾ ആർ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ അത് നമ്മൾ ക്രോസ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയത് എന്തായിരുന്നോ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെട്രോസൈഗസ് ജീനോടൈപ്പ് ആണ് കിട്ടിയത്. അതിന്റെ ഫീനോടൈപ്പ് എന്തായിരിക്കും? നമ്മളിപ്പോ നേരത്തെ പോലെ ടോൾ ആൻഡ് ഡ്വാർഫിന്റെ കണ്ടീഷൻ പോലെയാണ് പറയുന്നത് വിചാരിച്ചു കഴിഞ്ഞാല് എന്തായിരിക്കും വരിക? ശരിക്കും റെഡ് ഫ്ലവേഴ്സ് ആണ് വരേണ്ടത് അല്ലേ? റെഡ് ഫ്ലവേഴ്സ് ആ വരേണ്ടത്. പക്ഷെ ഇവിടെ വന്നോ? ഇല്ല. ഇവിടെ എന്താ വന്നേ? പിങ്ക് ഫ്ലവേഴ്സ് ആ വന്നത്. റെഡും അല്ല വൈറ്റും അല്ല. അതായത് പിങ്ക് ഫ്ലവേഴ്സ് ഉള്ള പാരന്റ് ഉണ്ടായി നമ്മൾ ക്രോസ് ചെയ്തപ്പോ ഇല്ലല്ലോ, പിങ്ക് ഫ്ലവേഴ്സ് ഉള്ള പാരന്റ്സ് ഇല്ലായിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ വന്നത് എന്തായിരുന്നു? റെഡും അല്ല വൈറ്റും അല്ല, ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള പിങ്ക് ആണ്. പിങ്ക് ഫ്ലവേഴ്സ് ഉള്ള ഓഫ് സ്പ്രിങ്സിനെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. F1 എല്ലാതും F1 കിട്ടി കഴിഞ്ഞ എല്ലാ ഓഫ് സ്പ്രിങ്ങും എന്ത് ചെയ്യുന്നു? പിങ്ക് ഫ്ലവേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇന്റർമീഡിയറ്റ് ആയിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ഈ F1 സെൽഫ് ചെയ്യാണ്, സെൽഫ് ക്രോസ് ചെയ്യാണ്. F1 നമ്മൾക്ക് കിട്ടിയ ഓഫ് സ്പ്രിങ്സിനെ വെച്ചിട്ട് നമ്മൾ ക്രോസ് ചെയ്യാണ്. ഓക്കെ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അതിനകത്ത് നമ്മൾ ഗമീറ്റ്സ് എങ്ങനെയായിരിക്കും? ഓരോ പാരന്റിനും 2 ടൈപ്പ് ഓഫ് ഗമീറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. പെർസെന്റേജ് ഗമീറ്റ്സ് ക്യാപിറ്റൽ ആർ അലീലുള്ളതായിരിക്കും. ബാക്കി 50% ഓഫ് അലീൽസിനകത്ത് 2 പാരന്റ്സിനും അങ്ങനെ തന്നെ സെയിം ആയിരിക്കും. ഓക്കെ, നമ്മൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് ക്രോസുകളൊക്കെ ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പനറ്റ് സ്ക്വയർ വരക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പനറ്റ് സ്ക്വയർ വരക്ക് കഴിഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യാം? ഒരു ഡയഗണൽ ലൈൻ വരച്ചിട്ട് ഒന്നിനകത്ത് മുകളിനകത്ത് മുകളില് കോളം വരച്ചിട്ട് നമുക്ക് കൊടുക്കാം. അതിനുശേഷം ഇവിടെ ഈ മുകളിൽ നമ്മൾക്ക് മെയിലിന്റെ ഗമീറ്റ്സ് ഏതൊക്കെയാന്ന് എഴുതാം. മെയിൽ പാരന്റിനകത്ത് ഏതൊക്കെ ഗമീറ്റ്സ് ഉള്ളത്? ക്യാപിറ്റൽ, അത് കോളംസ് ആയിട്ട് എഴുതി പോവാം. മെയിലിന്റെ ഗമീറ്റ്സ് നമ്മൾ റോസിൽ എഴുതി പോയി. ഫീമെയിലിന്റെ ഗമീറ്റ്സ് കോളംസിനകത്ത് ഇങ്ങനെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾക്ക് നോക്കാം, ക്രോസ് ചെയ്ത് നോക്കാം. ഇവിടെ ഈ കോളത്തിൽ എഴുതേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്നും നോക്കാം, ക്യാപിറ്റൽ ആർ. അതേപോലെ ഇവിടെ എഴുതേണ്ടത് എന്താ? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഓക്കെ, അതേപോലെ ഇവിടെ സ്മോൾ ആർ ആണ്, ഇത് ക്യാപിറ്റൽ ആർ ആണ്. അപ്പൊ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണ്, ഇവിടെയും സ്മോൾ ആർ ആണ്. അപ്പം ഇവിടെ ഇങ്ങനെ വരുമ്പോൾ സ്മോൾ ആർ. ഓക്കെ, ഇങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. ഇത് പനറ്റ് സ്ക്വയർ നമ്മൾ നോക്കി വെക്കുന്നത് നല്ലതാണ്, കാരണം ഇനി നമുക്ക് ഒരുപാട് ഡൈഹൈബ്രിഡ് ക്രോസ് ഒക്കെ വരുന്നുണ്ട്. അതിനകത്തൊക്കെ നമുക്ക് പനറ്റ് സ്ക്വയർ ഇല്ലാണ്ട് പറ്റൂല. ഓക്കെ, നമ്മൾക്കിപ്പോ ഈ ഒരു ക്രോസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് നമ്മൾ നോർമലി ചെയ്ത പോലെ ലൈൻസ് വെച്ചിട്ട് ഗമീറ്റ്സിനെ ക്രോസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്യാം, ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നമ്മളിങ്ങനെ നേരത്തെ ചെയ്തില്ലേ, ഇങ്ങനെ ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, കാരണം ഇത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ളതാണ്. പക്ഷെ നമ്മള് പനറ്റ് സ്ക്വയർ ഞാൻ ഇപ്പൊ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മൾ ഡയഹൈബ്രിഡ് ക്രോസ് പറയാനുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് ഈസി ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഒന്നുകൂടി പറയാം. ഓക്കെ, എനിവേ ഇതാകുമ്പോൾ കുറച്ചുകൂടി സിമ്പിൾ ആണ്. ഡയഹൈബ്രിഡ് പറയുമ്പോൾ ഒരുപാട് ഗമീറ്റ്സ് ഒക്കെ വന്നിട്ട് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പനറ്റ് സ്ക്വയർ ആയിരിക്കും വരുന്നുണ്ടാവുക. സോ പനറ്റ് സ്ക്വയറിന്റെ ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളൂ. അങ്ങനെ അത് വെച്ചിട്ട് നമ്മൾ എന്തായാലും F2 ജനറേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. F2-നകത്ത് ഫീനോടൈപ്പിക് റേഷ്യോ നമ്മൾ എഴുതുമ്പോൾ റെഡ്, പിങ്ക്, വൈറ്റ് എന്നുള്ള രീതിയിൽ എഴുതണം. ക്യാപിറ്റൽ ആർ വന്നാൽ മാത്രമാണ് റെഡ് ആവുന്നത്. അതേപോലെ സ്മോൾ ആർ രണ്ട് ഹോമോസൈഗസ് കണ്ടീഷനിൽ മാത്രമാണ് പാരന്റ്സിന്റെ ആ ഒരു ഇത് വരുന്നത്. ക്യാപിറ്റൽ ആർ വരുമ്പോൾ റെഡ് വരും, സ്മോൾ ആർ വരുമ്പോൾ വൈറ്റ് വരും. ക്യാപിറ്റൽ ആറും സ്മോൾ ആറും വന്നിട്ടുള്ള ഹെട്രോസൈഗസ് കണ്ടീഷനകത്ത് നമുക്ക് 2 പാരന്റ്സിനും ഇല്ലാത്ത ഒരു കളർ ആയിട്ടുള്ള പിങ്ക് ആണ് വന്നിട്ടുള്ളത്.
അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഫീനോടൈപ്പിക് റേഷ്യോ എഴുതുമ്പോൾ റെഡ് പിങ്ക് വൈറ്റ് എന്നുള്ളത് 1:2:1 എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. ജീനോടൈപ്പിക് റേഷ്യോ എന്താണ്? സെയിം ആണ്. ഓക്കെ, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വരുമ്പോൾ അതും അതേപോലെ തന്നെ 1:2:1 എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. ഇവിടെ നോട്ടിനകത്ത് എഴുതാൻ വിട്ടിട്ടുണ്ട്. അപ്പൊ അത് ഒന്ന് നോക്കുക. ഓക്കെ, സെയിം തന്നെയാണ്. 1:2:1. ഓക്കെ, 1:2:1. ഇവിടെ ജീനോടൈപ്പിക് ആൻഡ് ഫീനോടൈപ്പിക് റേഷ്യോസ് രണ്ടും സെയിം ആണ്. ഓക്കെ, അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ജീനോടൈപ്പ് ആണെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഫീനോടൈപ്പിനെ തന്നെയാണ് കാണിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ജീനോടൈപ്പ് ഡിഫറെന്റ് ആണെങ്കിൽ പോലും ഫീനോടൈപ്പ് സെയിം ചെയ്യുന്നു ആ ഒരു ടോളിന്റെയും ഡാർപ്പിന്റെയും ക്രോസ് ചെയ്ത സമയത്ത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ജീനോടൈപ്പിനനുസരിച്ച് തന്നെ. അതായത് ഹോമോസൈഗസ് ക്യാപിറ്റൽ ആർ വന്നു കഴിഞ്ഞാൽ മാത്രം റെഡ് ആവും, ഹോമോസൈഗസ് സ്മോൾ ആർ വന്നു കഴിഞ്ഞാൽ മാത്രം വൈറ്റ് ആവും. ഹെട്രോസൈഗസ് കണ്ടീഷനകത്ത് വരുമ്പോൾ പിങ്ക് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, നമുക്ക് അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഒരു ഫാർമറിന് ക്വസ്റ്റ്യൻ ഇതാണ്. എ ഫാർമർ ഹാസ് 3 different types of chicken in his farm: white, black and grey. In a cross between pure black and pure white chicken, he got grey offsprings. What are the possible offspring for the following crosses? Okay, നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ തന്നിട്ടുള്ളത് എന്താണ്? ഇതിനകത്ത് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്യുവർ ബ്ലാക്ക് ആൻഡ് പ്യുവർ വൈറ്റ് ചിക്കൻ ആണ് ക്രോസ് ചെയ്തിട്ടുള്ളത്. പ്യുവർ ബ്ലാക്കിനും പ്യുവർ വൈറ്റിനും ക്രോസ് ചെയ്തപ്പം ഗ്രേ ഓഫ് സ്പ്രിംഗ് ആണ് കിട്ടിയിട്ടുള്ളത്, അല്ലെ? അപ്പൊ നമുക്ക് മനസ്സിലായി ഇതെന്താണ്? ഇതൊരു ഇൻ കേസ് ഓഫ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. കാരണം രണ്ട് പാരന്റ്സിന്റെ അല്ലാത്ത ടൈപ്പ് ഓഫ് സ്പ്രിങ്ങിനെയാണ്, അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഓഫ് സ്പ്രിങ്ങിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതൊരു കേസ് ഓഫ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം ഫീനോടൈപ്പും ജീനോടൈപ്പും നമ്മൾ അത് വെച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. ബ്ലാക്കിന് നമ്മൾ ക്യാപിറ്റൽ ബി കൊടുത്തു, വൈറ്റിന് നമ്മൾ സ്മോൾ ബി കൊടുത്തു, ഗ്രേക്ക് നമ്മൾ ക്യാപിറ്റൽ ബി സ്മോൾ ബിയും കൊടുത്തു. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിട്ടുള്ള ബ്ലാക്കിനും വൈറ്റിനും ഹോമോസൈഗസ് ആയിട്ടുള്ള ബ്ലാക്കിനും ഹോമോസൈഗസ് ആയിട്ടുള്ള വൈറ്റിനും ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെട്രോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കും വരിക, ക്യാപിറ്റൽ ബി സ്മോൾ ബി ആയിരിക്കും വരിക. അപ്പൊ അവിടെ നമുക്ക് എന്തായിരിക്കും? ഗ്രേ കളർ ആയിരിക്കും വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലവറിന്റെ കേസ് പോലെ തന്നെ ക്യാപിറ്റൽ ആർ സ്മോൾ ആറിന് പകരം ക്യാപിറ്റൽ ബി സ്മോൾ ബി ആയിട്ടാണ് യൂസ് ചെയ്തത് എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞിട്ടുള്ള ക്രോസിൽ, അതായത് 3 ക്രോസിങ്ങുകൾ തന്നിട്ടുണ്ട്. അതിനകത്തുള്ള ഓഫ് സ്പ്രിങ്ങുകൾ ഏതൊക്കെ ഓഫ് സ്പ്രിങ് ആണ് പോസിബിൾ ആയിട്ടുള്ളത് എന്നാണ്. നമുക്കിപ്പം ജീനോടൈപ്പ് കിട്ടിയിട്ടുണ്ടല്ലേ, അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ക്രോസ് ചെയ്യാം. അത് നമുക്ക് ബ്ലാക്കും പിന്നെ ഗ്രേയും എടുക്കാം. ഹോമോസൈഗസ് ആണ്. ഓക്കെ, ബ്ലാക്ക് എന്ന് പറയുമ്പോൾ എന്തായാലും ക്യാപിറ്റൽ ബി വന്നു കഴിഞ്ഞാലേ ബ്ലാക്ക് ആവുള്ളൂ. നമുക്ക് ജീനോടൈപ്പിൽ കൺഫ്യൂഷൻ ഒന്നും വരേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ക്യാപിറ്റൽ ബിയും പിന്നെ ഗ്രേ ആണുള്ളത്. ഗ്രേ എന്ന് പറയുമ്പോൾ എന്തായാലും ക്യാപിറ്റൽ ബി സ്മോൾ ബിയെ വരെ ഉള്ളൂ. ബ്ലാക്കിനകത്ത് എന്തായിരിക്കും? ബ്ലാക്ക് ആയിട്ടുള്ള പാരന്റിനകത്ത് ഒരു ടൈപ്പ് ഓഫ് ഗമീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെ? ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഓഫ് ഗമീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഗ്രേ ആയിട്ടുള്ള പാരന്റിനകത്ത് എന്തായിരിക്കും? 2 ടൈപ്പ് ഓഫ് ഗമീറ്റ്സ് ഉണ്ടാവും, ഒരു ക്യാപിറ്റൽ ബിയും ഒരു സ്മോൾ ബിയും ഉണ്ടാവും. അപ്പൊ അത് ജസ്റ്റ് നമ്മൾ ക്രോസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ബ്ലാക്ക് കിട്ടും, അതേപോലെ ഗ്രേ കിട്ടും. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പം ബ്ലാക്ക് ആൻഡ് ഗ്രേ പറഞ്ഞിട്ടുള്ള പാരന്റ്സിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് സ്പ്രിങ്സ് എന്തായിരിക്കും? ബ്ലാക്കും ഗ്രേയും തന്നെ ആയിരിക്കും. അതിനകത്ത് ജസ്റ്റ് ഫീനോടൈപ്പിക് റേഷ്യോ ബ്ലാക്ക് ആണ് ഇവിടെ മാറിയിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് ഗ്രേ 1:1 ആണ്. പിന്നെ നമ്മൾക്ക് അതേപോലെ തന്നെ വൈറ്റിന്റെ കാര്യങ്ങൾ ചെയ്യാൻ ഇതിനകത്ത് നോട്ട്സ് ഉണ്ട്. നോട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തുണ്ട് എല്ലാം സോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ആണുള്ളത്. അപ്പൊ ബാക്കി 2 ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ബാക്കി 2 ക്വസ്റ്റ്യൻസ് കൂടി തന്നിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പാരന്റ്സ് വൈറ്റും ഗ്രേയും ആണ്, പിന്നെ ഒന്നുള്ളത് ഗ്രേയും ആണ്. അപ്പം ജീനോടൈപ്പ് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് അത് വെച്ചിട്ട് എല്ലാവരും ഒന്ന് ക്രോസ് ചെയ്തിട്ട് നോക്കുക. കിട്ടുന്നുണ്ടോ എന്ന് നോക്കണേ. പിന്നെ നമ്മൾക്ക് ഇനി പറയാനുള്ളത് കോഡോമിനൻസ് ആണ്. കോഡോമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആയിരുന്നു, അല്ലെ? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പറഞ്ഞു കഴിഞ്ഞാൽ 2 അലൈൽസിനും കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ പോകുന്നത് കാരണമായിട്ട് 2 പാരന്റ്സിനും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഫോം, ഇപ്പം റെഡും വൈറ്റും കൂടിയിട്ട് ഒരു പിങ്ക് ആവുന്ന പോലെ അങ്ങനെ ഒരു കേസ് ആയിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോഡോമിനൻസ്. 2 അലീൽസും എക്സ്പ്രസ് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് നമുക്ക് ഈ ഒരു 4 o'clock പ്ലാന്റിന്റെ ഈ ഒരു കേസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, അല്ലേ? ഇപ്പം അതിനകത്ത് തന്നെ പല കളേഴ്സ് വന്നിട്ട് ഇപ്പം യെല്ലോ ഉണ്ടാവും, പിങ്ക് ഉണ്ടാവും, പക്ഷെ എല്ലാം കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വൈറ്റും നല്ല ഡാർക്ക് പിങ്കും 4 o'clock പ്ലാന്റ് ചിലപ്പോ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പിങ്ക് നമ്മൾ അത് നേരത്തെ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലേ? ഇവിടെ കണ്ടില്ലേ?
ഈ റെഡും വൈറ്റും അല്ലാണ്ട് ഒരു പിങ്ക് ഫ്ലവറോടെ ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് വേറെ ഡോട്ട്സ് സ്ട്രൈപ്സ് അങ്ങനൊന്നും പാറ്റേൺസ് ഒന്നും ഇല്ല. പക്ഷെ ഇവിടുത്തെ കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കറക്റ്റ് ആ ഒരു പാരന്റിന്റെ പിങ്ക് തന്നെയാണ് ഉള്ളത്. അതേപോലെ പാരന്റിന്റെ അതേ യെല്ലോ തന്നെയാണുള്ളത്. പുതിയ കളേഴ്സ് ഒന്നും ഫോം ചെയ്തിട്ടില്ല. പക്ഷെ രണ്ട് കളേഴ്സും ഒരു ഓഫ് സ്പ്രിംഗിൽ തന്നെ പ്രസന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷൻ നമ്മൾ കോഡോമിനൻസ് എന്ന് പറയും. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, ഈ ഒരു രണ്ട് കൗസിനെ ക്രോസ് ചെയ്യുമ്പോൾ റെഡ് അല്ലെങ്കിൽ ബ്രൗൺ കളർ കോവും വൈറ്റ് കളർ കോവിനെയും ക്രോസ് ചെയ്യുമ്പോൾ രണ്ട് സെയിം കളേഴ്സാ, പാരന്റിന്റെ സെയിം കളേഴ്സ് ആണ്, പക്ഷെ രണ്ടും പാച്ചസ് ആയിട്ടാണ് എന്താണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. അതായത് രണ്ട് അലീൽസിന് ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഒരു എബിലിറ്റി ഉണ്ട്. അതിനെ നമ്മൾ കോഡോമിനൻസ് എന്ന് പറയും. ഓക്കെ, അതായത് രണ്ട് അലീൽസും കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യും. ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഉള്ള ഓഫ് സ്പ്രിങ്ങിന്റെ ജീനോടൈപ്പ് ഹെട്രോസൈഗസ് ആണെങ്കിൽ അതിനെന്ത് ചെയ്യും, ആ രണ്ട് അലീൽസും അതിനകത്ത് എക്സ്പ്രസ് ചെയ്യും. രണ്ടാളും പ്രശ്നമൊന്നുമില്ല. മറ്റത് നേരത്തെ രണ്ട് അലീൽസും പരസ്പരം സപ്രസ് ചെയ്യാൻ വേണ്ടി നോക്കിയിരുന്നു. അങ്ങനെ അത് ഒരു ഇന്റർമീഡിയറ്റ് കളർ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് സംഭവിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ കോഡോമിനൻസിന്റെ കേസിൽ രണ്ട് അലീൽസും എക്സ്പ്രസ് ചെയ്യും. രണ്ട് അലീൽസും ഫുൾ ആയിട്ട് എക്സ്പ്രസ് ചെയ്യും. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള പോലെ, അതായത് രണ്ടുപേരും എനിക്കും എക്സ്പ്രസ് ചെയ്യാം, നിനക്കും എക്സ്പ്രസ്, രണ്ടുപേരും അങ്ങനെ ഷെയർ ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു സംഭവമാണ് കോഡോമിനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കോഡോമിനൻസിന്റെ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് ഈ ഒരു സെഷനിൽ ബാക്കിയുള്ളൂ. അപ്പൊ കോഡോമിനൻസിന്റെ എക്സാമ്പിൾ പറയുന്നത് നമ്മൾ ABO ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ഹ്യൂമൻസിനകത്തുള്ള ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റ് ആണ് പറയുന്നത്. ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. അത് മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഫിനോമിന കൂടി കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോ സാധാരണ പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു, ഒരു ജീനിനകത്ത് എത്ര അലീലായിരിക്കും ഉണ്ടാവുക? രണ്ട് അലീലാണല്ലേ. രണ്ട് അലീല് കൂടുതൽ ഉണ്ടെങ്കിൽ പറയുന്ന പേരാണ് മൾട്ടിപ്പിൾ അലീലിസം. ഓക്കെ, മൾട്ടിപ്പിൾ അലീലിസം. ഒരു സിംഗിൾ ജീനിന് മോർ ദാൻ 2 അലീൽസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് മൾട്ടിപ്പിൾ അലീലിസം. ഓക്കെ, ഈ മൾട്ടിപ്പിൾ അലീലിസം കാണിക്കുന്ന ഒരു ഇതാണ് നമ്മളെ ബ്ലഡ് ഗ്രൂപ്പ്. ഹ്യൂമൻ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഇൻ ഹ്യൂമൻ കാണിക്കുന്ന ഈ ഒരു ഫിനോമിനയാണ് മൾട്ടിപ്പിൾ അലീലിസം. ഓക്കെ, ഇനി നമ്മൾക്ക് ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യം ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ട് പോവാം. അപ്പോൾ അതായത് നമ്മൾക്ക് ആദ്യം പറയാം, ഈ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാവാനുള്ള ബേസിക്കലി അതിന്റെ ജീന് നമ്മൾ പറയുന്ന പേരാണ് ഐ ജീൻ. ഓക്കെ, ഐ ജീൻ എന്ന് പറഞ്ഞിട്ടുള്ള ജീന് അതെല്ലാവർക്കും വേണം. എന്തായാലും ഐ ജീനിനുള്ള വേരിയേഷൻസ് കാരണമാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ്സ് ഉള്ളത്. ഓക്കെ, ഈ ഐ ജീനിന് 3 അലീൽസ് ഉണ്ട്. ഈ അലീൽസ് കാരണമാണ് നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ് എയും ബിയും AB O എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ബ്ലഡ് ഗ്രൂപ്പ്സ് ഒരുപാട് ഉണ്ടാവാൻ കാരണം ഈ അലീൽസ് ആണ്. 3 അലീൽസ് ആണുള്ളത്. ഒന്ന് A അലീലാണ്, പിന്നെ ഒന്ന് B അലീലാണ്, പിന്നെ ഒന്ന് I അലീലാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഐ ജീനകത്ത് ഉള്ള 3 അലീൽസ് ആണ്. A ഉണ്ട്, അതുപോലെ B ഉണ്ട്, പിന്നെ I ഉണ്ട്. അപ്പം IA ആണെങ്കിൽ എന്താണ്, A അലീലാണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ A പ്രോട്ടീൻ ആയിരിക്കും വരിക. അത് കാരണം A ബ്ലഡ് ഗ്രൂപ്പ് ആയിട്ട് വരും. അതേപോലെ B ആണെങ്കിൽ, B അലീലാണുള്ളതെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ B പ്രോട്ടീൻ ആണ് വരിക. അത് കാരണമായിട്ട് നമ്മളെ ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും B ഗ്രൂപ്പ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അതേപോലെ തന്നെ I എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അലീലാണെങ്കിൽ പ്രോട്ടീൻസ് ഒന്നും ഉണ്ടാവില്ല. A പ്രോട്ടീനും ഇല്ല, B പ്രോട്ടീനില്ല, ഒരു പ്രോട്ടീനും വരില്ല. അപ്പോഴാണ് നമ്മൾ O ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് പറയാനുള്ള കോഡോമിനൻസിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A അലീലും B അലീലും കോഡോമിനന്റ് ആണ്. അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, AB ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ A അലീലാണെങ്കിലും B അലീലാണെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള I എന്ന് പറഞ്ഞൊരു അലീലുണ്ടല്ലോ, അതായത് ഒരു പ്രോട്ടീനും കൂടി പ്രൊഡ്യൂസ് ചെയ്യാത്തൊരു അലീലുണ്ടല്ലോ, I അലീല്. ഈ I അലീലിന്റെ വലിയന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇവര് ഡോമിനന്റ് ആയിരിക്കും. അതായത് ഇപ്പം A അലീലും I അലീലും പ്രസന്റ് ആണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ A അലീലായിരിക്കും ഡോമിനന്റ്. അതുപോലെ B അലീലും I അലീലും പ്രസന്റ് ആണെങ്കിൽ B അലീലായിരിക്കും ഡോമിനന്റ്. A അലീലും B അലീലും പ്രസന്റ് ആണെങ്കിലോ രണ്ടുപേരും ഒരേപോലെ എക്സ്പ്രസ് ചെയ്യും. അതാണ് കോഡോമിനന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലാവും. ഇപ്പൊ നമ്മൾ A എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. ഇതിപ്പം ഈ I എന്ന് പറഞ്ഞിട്ടുള്ള ജീനാണ് ഈ ഒരു റൗണ്ട് ആയിട്ടുള്ളത് വിചാരിക്കുക. ഓക്കെ, ഈ ഒരു റൗണ്ട് ഇത് എന്താണ് ഐ ജീന് കാരണം ഫോം ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതിന്റെ മുകളിൽ കണ്ടില്ലേ റെഡ് ആയിട്ടുള്ള സ്ക്വയേഴ്സ് കണ്ടില്ലേ ഇവിടെ, അത് A എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ കാരണം ഫോം ചെയ്തിട്ടുള്ളതാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നോ, ഇതിന് IA വരാം. ഓക്കെ, അതായത് എന്തായാലും ഒരു പാരന്റിൽ നിന്ന് ഒരു A അലീൽ കിട്ടും അല്ലോ, അടുത്ത പാരന്റിൽ നിന്നും A അലീൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് IA എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് രണ്ട് അലീലും ഇതൊരു പാരന്റിന്റെ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ജീനോടൈപ്പ് നമുക്ക് IA എന്ന് പറയാം. അതേപോലെ ഒരു പാരന്റിനകത്ത് നമുക്ക് A അലീൽ കിട്ടി, പക്ഷെ മറ്റേ പാരന്റിന്റെ അകത്ത് നമുക്ക് I അലീലാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിലും പക്ഷെ ഇത് A ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ I അലീൽ പ്രത്യേകിച്ച് പ്രോട്ടീനിനെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതും ഈ A അലീല് I അലീലിന്റെ മുകളിൽ ഡോമിനന്റ് ആണ്. അപ്പം I അലീൽ വന്നു കഴിഞ്ഞാലും A അലീൽ ഉണ്ടെങ്കിൽ അത്
എ അലീലായിട്ടാണ് അല്ലെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് എ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെയാണ് ബിന്റെ കേസും. ബി ബ്ലഡ് ഗ്രൂപ്പിനകത്ത് നമ്മൾ വേറൊരു പ്രോട്ടീനാണ്, നമ്മൾ നേരത്തെ സ്ക്വയർ ചെയ്യുന്നത് ഇപ്പൊ ഒരു ട്രയാങ്കിൾ പോലെയാണ്. ബി ബ്ലഡ് ഗ്രൂപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഐ ബി ആവാം. ഓക്കെ, അതായത് ഒരു പാരന്റിനകത്ത് നിന്ന് ബി എന്ന് പറഞ്ഞ അലീൽ കിട്ടി, മറ്റേ പാരന്റും ബി എന്ന് പറഞ്ഞ അലീൽ തന്നെ തന്നു. അല്ലെങ്കിൽ ഒരു പാരന്റ് ബി എന്ന് പറഞ്ഞ അലീൽ തന്നു, അടുത്ത പാരന്റ് ഐ എന്ന് പറഞ്ഞ അലീൽ തന്നു. ഓക്കെ, അങ്ങനെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും? ഇത് ബി ഗ്രൂപ്പ് ആണ്. അതായത് ഐ ബി വന്നു കഴിഞ്ഞാലും ഐ വന്നു കഴിഞ്ഞാലും ബി ഗ്രൂപ്പ് ആണ്. പിന്നെ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പാരന്റ് എയും ഒരു പാരന്റ് ബിയും ആവുമ്പോൾ എന്താണ് ആയിരിക്കും മിക്കവാറും എ ബി വരുന്നത്. ഓക്കെ, അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അല്ലെങ്കിൽ പിന്നെ ഒരു പാരന്റ് എ ബി ഒരു പാരന്റ് എയോ ബിയോ ആവാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എ ബി വരാൻ വേണ്ടിട്ട് പറ്റും. കാരണം ഇവിടെ ഐ അലീലില്ല, ഐ അലീൽ വരില്ല. കാരണം നമുക്ക് എന്തായാലും ഒരു ജീനിന് 2 അലീൽസ് വെച്ചാണ് എക്സ്പ്രസ് ചെയ്യുക. മൾട്ടിപ്പിൾ അലീൽസ് ഉണ്ടാവാന്നേ ഉള്ളൂ കേട്ടോ. ഒരു ജീനിന് 2-ലധികം അലീൽസ് ഉണ്ടാവാം. പക്ഷെ ഒരാളുടെ ബോഡിക്ക് അല്ലെങ്കിൽ ഒരു ജീനോടൈപ്പിനകത്ത് എന്തായിരിക്കും ഉണ്ടാവുക? 2 അലീൽസ് മാത്രമേ എപ്പോഴും ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ്. അല്ലാണ്ട് ഇപ്പം നമ്മൾ മൾട്ടിപ്പിൾ അലീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരാളെ ജീനോടൈപ്പ് വെച്ച് നോക്കുമ്പോൾ അവിടെ എന്താണെങ്കിലും 2 അലീൽസ് മാത്രമേ അറ്റ് എ ടൈം ഉണ്ടാവുള്ളൂ. കാരണം അതാണ് നമ്മള് ഗമീറ്റ്സിനകത്ത് നമ്മൾ പറഞ്ഞല്ലോ, എപ്പോഴും 50% ഓഫ് അലീൽസ് ഒരു അലീലായിരിക്കും, 50% വേറൊരു അലീലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കണക്ക് ശരിയാവണമെന്നുണ്ടെങ്കിൽ അലീൽസ് എപ്പോഴും 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അലീൽസ് അറ്റ് എ ടൈമിൽ ഒരാൾക്ക് അകത്ത് ഉണ്ടാവാൻ പാടുള്ളൂ. അതേപോലെ എ ബി എന്ന് പറഞ്ഞിട്ടുള്ളത്, എ ബി എന്ന് പറഞ്ഞ ബ്ലഡ് ഗ്രൂപ്പിനകത്തുള്ളത് 2 അലീൽസ് എന്തൊക്കെയാണെന്ന് അറിയോ? ഒന്ന് എയും ഒന്ന് ബിയും. ഈ 2 അലീൽസ് അപ്പോൾ ഒരു പാരന്റിനകത്തുനിന്ന് എയും കിട്ടിയിട്ടുണ്ടാവും, ഒരു പാരന്റിനകത്തുനിന്ന് ബിയും കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ എ ബി ആയിട്ട് മാറി. അങ്ങനെയാണ് നമുക്ക് എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഉള്ളതാണ് നമ്മൾ ഓ ബ്ലഡ് ഗ്രൂപ്പ്. അതിനകത്തുള്ളത് രണ്ടും ഇതെങ്ങനെയാ അറിയോ? ഐ അലീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റെസിസ്റ്റീവ് ആയിട്ടുള്ള ഒരു അലീലാണ്. അപ്പൊ 2 ഐജിന്റെ കൂടെ 2 അലീൽസും 2 പാരന്റ്സിനകത്തുനിന്നും ഐ അലീൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഓ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് ഓ ബ്ലഡ് ഗ്രൂപ്പ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് എന്താ ചെയ്യാൻ? നമുക്ക് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഇത് ഒന്നുകൂടി ക്ലിയർ ആവും. അല്ലെ, ഇതാണ് ലാസ്റ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ബ്ലഡ് ഗ്രൂപ്പ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലെ. അപ്പൊ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: എ മാൻ വിത്ത് ബി ബ്ലഡ് ഗ്രൂപ്പ് ഹൂസ് മദർ വാസ് ഓ ഗ്രൂപ്പ് മാരിഡ് എ വുമൺ വിത്ത് എ ബി ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ, വാട്ട് ആർ ദ പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ്സ് ഫോർ എ ചിൽഡ്രൻ? അപ്പൊ നമ്മൾ തന്നിട്ടുള്ളത് ഫാദറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണ്? ബി ആണ്. മദറിൻ്റെത് ഈ ഫാദറിന്റെ മദറിൻ്റെത് എന്താണ്? ഓ ഗ്രൂപ്പ് ആണ്. അതായത് ഗ്രാൻഡ്മാൻ്റെത് ഓ ഗ്രൂപ്പ് ആണ്. മാരിഡ് എ വുമൺ വിത്ത് എ ബി ബ്ലഡ് ഗ്രൂപ്പ്. അപ്പം ഇതിനകത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി, ഇവരെ മക്കൾക്ക്, അതായത് ഈ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളെ കല്യാണം വെച്ചു. ഇവരെ ആവാനുള്ള സാധ്യതയാണുള്ളത് എന്നാണ് ചോദ്യം. ഇതിനകത്ത് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഫാദറിന്റെ മദറിന്റെ ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് അതെന്തിനാ തന്നെയെന്നറിയോ? നമുക്ക് ഫാദറിന്റെ ജീനോടൈപ്പ് ബി ബ്ലഡ് ഗ്രൂപ്പ് ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ഐ ബി ആണോ ഐ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഫാദറിന്റെ ജീനോടൈപ്പ് ഐ ഉള്ളു വരിക. അതായത് ഐബിയും ഒന്ന് ബി അലീലാണ്, ഒന്ന് ഐ അലീലാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞിട്ടുള്ള അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫാദറിന്റെ മദറിന്റെ ജീനോടൈപ്പ് എന്താണ്? ഫാദറിന്റെ മദറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ ആണ്. ഓ വരണമെങ്കിൽ എന്തായാലും 2 ഐ അലീൽസ് പ്രസന്റ് ആയിരിക്കണം. സോ ആ ഒരു ഐ അലീൽ എന്തായാലും മദർ കൊടുക്കുമല്ലോ. മദർ കൊടുത്തിട്ടുള്ളത് ഐ അലീലാണ്. പിന്നെ ഫാദർ എന്താണ്? ബി ബ്ലഡ് ഗ്രൂപ്പ് ആണ്. പിന്നെ ബി ബ്ലഡ് ഗ്രൂപ്പ് ആവണമെങ്കിൽ എന്തായാലും ഈ ഫാദർ ബി അലീൽ കൊടുത്തു കഴിഞ്ഞാലേ ബി ബ്ലഡ് ഗ്രൂപ്പ് ആവുള്ളൂ. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഫാദറിന്റെ ജീനോടൈപ്പ് കിട്ടിയിട്ടുണ്ട്. ഐ ആണ് ഫാദറിന്റെ ജീനോടൈപ്പ്. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുള്ളത് മദർ ആണ്. മദറിന്റെ ജീനോടൈപ്പ് നമുക്കറിയാം എ ബി ബ്ലഡ് ഗ്രൂപ്പ് ആണ്. എ ബി ബ്ലഡ് ഗ്രൂപ്പ് ആകുമ്പോൾ പിന്നെ എന്തായാലും പോസിബിൾ ആയിട്ടുള്ള ജീനോടൈപ്പ് ഐ ബി എന്നുള്ളൊരു ജീനോടൈപ്പ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളത്. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾക്ക് എന്താണ് ക്രോസ് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് പനറ്റ് സ്ക്വയർ വരക്കുന്നു. നമ്മൾ ഇവിടെ കണ്ടില്ലേ, പനറ്റ് സ്ക്വയർ വരച്ചിട്ട് ഇത് ഫാദർ ആണ്, ഇത് മദർ ആണ്. ഓക്കെ, ഫാദറിന്റെ ഗമേറ്റ്സ് നമ്മൾ നേരെ റോസിൽ കൂടെ എഴുതുന്നു. ഐ ബി ഉണ്ട്, പിന്നെ അതേപോലെ ഐയും ഉണ്ട്. അതേപോലെ തന്നെ മദറിന്റെ അലീൽസ് ആണ് അടുത്ത് എഴുതുന്നത്. മദറിന്റെ അലീൽസ് ഐയും ഉണ്ട്, ബിയും ഉണ്ട്. ഇങ്ങനെ എഴുതി അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഓരോന്ന് ക്രോസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ക്രോസ് ചെയ്യാം. നമ്മളിങ്ങനെ ക്രോസ് ചെയ്യാം. ഓക്കെ,
ഇപ്പൊ മനസ്സിലായില്ലേ? ഇങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് IA-യും IB-യും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ IA IB, അതായത് AB ബ്ലഡ് ഗ്രൂപ്പ്. പിന്നെ IA-യും II ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് IA അല്ലെങ്കിൽ II അല്ലെങ്കിൽ A ബ്ലഡ് ഗ്രൂപ്പ്. പിന്നെ IB-യും IB-യും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IB കിട്ടും, അതായത് B ബ്ലഡ് ഗ്രൂപ്പ്. പിന്നെ IB-യും I-യും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IB II എന്ന് കിട്ടും, അതെന്താണ്? B ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിങ്ങിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. ബ്ലഡ് ഗ്രൂപ്പിന്റെ വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ഒക്കെ റെഫർ ചെയ്യുക, ടെക്സ്റ്റിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ അങ്ങനെ ബ്ലഡ് ഗ്രൂപ്പിന്റെ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് ചെയ്യാൻ നോക്കുക. പിന്നെ അത് മാക്സിമം അത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ചിലപ്പം ഇനീഷ്യലി കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവാം ജീനോ ടൈപ്സ് ഒക്കെ സംബന്ധിച്ച്. അപ്പൊ എന്തായാലും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കും. താങ്ക് യു.